ഇന്ന് ഈ വീഡിയോയിൽ വളരെ രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർപ്പൻറ്റ് തിയറി എന്ന് ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് ഞാനിതിനു മുമ്പുള്ള വീഡിയോസിൽ ഇട്ടിരുന്ന പോലെ അക്കം പ്രിൻസിപ്പിളുള്ള ആൾക്കാർ എങ്ങനെയാണ് സാധാരണ മനുഷ്യരെ, ജനിച്ചു വരുന്ന കുട്ടികളെ മുഴുവൻ മണ്ടന്മാരാക്കി മാറ്റുന്നത് എന്നുള്ളതും കൂടിയാണ് ഈ വീഡിയോ. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും മതങ്ങളിലും കാണാൻ പറ്റുന്ന ഒരു സിമ്പലാണ് ഈ സ്നേക്ക് സിമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് വിശദമായിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കണം. പ്രാപഞ്ചികമായ ശാസ്ത്രഭാഷ അത് കൈവിട്ടു പോയതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് ഈ ലോകത്തുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു പാമ്പ് ഇങ്ങനെ, മനസ്സിലായോ, അതിൻ്റെ തല സെൻട്രലായിട്ട് ഇങ്ങനെ ഇത് സ്വേൾ ചെയ്ത് വരുന്നത്, എൻ്റെ വാക്കതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനത്തെ സിമ്പിൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, പിന്നെ ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഇന്ന് മെഡിക്കൽ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ആക്ച്വലി മെഡിക്കൽ സിമ്പിൾ അല്ല, പക്ഷേ അത് മെഡിക്കൽ സിമ്പിളായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നതാണ്. ഇത് ആദ്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ ബേസിക്കലി പറഞ്ഞാൽ ഇങ്ങനെ ഒരു ശരിക്കുമുള്ള ഒരു നമ്മളെ നേരെ നോക്കി നിൽക്കുന്ന ഒരു സർപ്പത്തിൻ്റെ ചിഹ്നം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിമ്പലുകൾ, മൊത്തത്തിൽ പറഞ്ഞാൽ ഈ തരത്തിലുള്ള സിമ്പലുകൾ നിങ്ങൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് എവിടെ നിന്ന് തുടങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് യഥാർത്ഥത്തിൽ ഈ സർപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ പ്രാപഞ്ചികമായ ശാസ്ത്രഭാഷയിൽ, ആ ശാസ്ത്രഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന ഭാഷയാണ്. ആ ഭാഷക്കകത്താണ് എല്ലാ ഭാഷകളും ഇന്ന് നിലനിൽക്കുന്നത്. പക്ഷേ ആ ഒറിജിനൽ അർത്ഥമുണ്ട്. സർപ്പം എന്ന് പറയുന്നതിൻ്റെ ഒറിജിനൽ അർത്ഥം നഷ്ടപ്പെട്ടിട്ട് അത് വേറൊരു അർത്ഥമാക്കി മാറ്റിക്കളഞ്ഞു കപാല. അപ്പോൾ സർപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കേൾക്കുന്നതാണ് സർപ്പം എന്ന് വെച്ചാൽ എന്താ? ഒരു പിച്ചിനെയാണ് സർപ്പം എന്ന് പറയുന്നത്. അപ്പം അത് പാരമ്പര്യമായിട്ടുള്ള സർപ്പ ആരാധനകൾ നടത്തുന്നവർക്കും സർപ്പത്തെ എന്തോ ഒരു പിശാചിൻ്റെ ചെകുത്താൻ്റെ സിമ്പിളായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും പുതിയൊരു അറിവായിരിക്കും. ഇതാണ് സർപ്പം. ഈ മ്യൂസിക്കിൽ 12 സർപ്പങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർപ്പം എന്താ പറയണേ, സർപ്പം എന്ന് പറഞ്ഞാൽ ജീവിയല്ലേ? ഒരു ജീവി, ആ ജീവിക്ക് എന്തുകൊണ്ട് ആ പേരിട്ടു എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? എന്തുകൊണ്ടാണ് ആ ജീവിക്ക് അങ്ങനെ ഒരു പേരിട്ട് കൊടുത്തത്? യഥാർത്ഥത്തിൽ സർപ്പം എന്ന് പറഞ്ഞാൽ എന്താ? സർപ്പം എന്ന് പറഞ്ഞ ഒരു പിച്ചാണെന്ന് പറഞ്ഞു. ഒരു പിച്ചിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രം കാണുന്നുണ്ട്. ഒരു പിച്ചിൻ്റെ അടിസ്ഥാന 3 കാര്യങ്ങളാണ്. ഒരെണ്ണം കൂടിയുണ്ട്. അപ്പം അത് ഞാനിവിടെ ചേർത്തിട്ടില്ല. എന്ന് വെച്ചാൽ ടാമ്പർ എന്ന് പറയും. ടാമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഇരുമ്പിൻ്റെ ഒരു കമ്പെടുത്ത്, ഒരു ഇരുമ്പിൻ്റെ റോഡ് എടുത്ത് വെച്ചിട്ട് അതിലടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശബ്ദവും ഒരു ഗോൾഡിൻ്റെ റോഡ് എടുത്ത് വെച്ച് അടിച്ചാൽ ഉണ്ടാകുന്ന ശബ്ദത്തിനുള്ള വ്യത്യാസമുണ്ട്.
അത് ആ അടിസ്ഥാന ഇരുമ്പ് അല്ലെങ്കിൽ ഗോൾഡും എന്ന് പറയുന്ന ആ വ്യത്യസ്തത കൊണ്ടുണ്ടാകുന്ന ഒരു ശബ്ദത്തിൽ വ്യത്യസ്തതയാണ്. അത് ഞാനിവിടെ ചേർത്തിട്ടില്ല, ഞാൻ സർപ്പം മാത്രമേ ചേർത്തുള്ളൂ. അപ്പോൾ എന്താണ് ഈ സർപ്പം? അത് 3 അക്ഷരങ്ങളാണ്. സ ർ പ. ഈ ർ എന്ന് പറയുന്നതാണ് വൈബ്രേഷൻ, അതിനെ കാണിക്കുന്നതാണ് ർ. ഭ എന്ന് പറയുന്നത് ഫോഴ്സാണ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആംപ്ലിറ്റ്യൂഡ്. ഇനി സ എന്താണ്? ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ആ സർപ്പം എന്ന് പറയുന്ന ആ 3 അക്ഷരങ്ങൾ ചേർത്തിട്ട് നമ്മളൊരു പിച്ചിനെ വിളിക്കുമ്പോൾ ആ പിച്ചിനെ ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട വാക്കുകളാണത്. ഒറിജിനൽ അക്ഷരങ്ങൾ ഏതാണ്? സർപ്പം. ഇന്ന് ഉപയോഗിക്കുന്നത് ഫ്രീക്വൻസി, വൈബ്രേഷൻ, ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ സർപ്പം എന്തായി മാറി? സർപ്പം ആരാധനാമൂർത്തിയുമായി മാറി, ചെകുത്താന്റെ സിമ്പലായി മാറി, മണ്ടന്മാരുടെ എന്താ പറയുക സിംബോളിസമായി മാറി. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടാലറിയാം വേവ് സൈനാണ്. ആ വേവ് സൈനെയാണ് നമ്മൾ, ആ വേവ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറൻസ് ആണ്. നമ്മളിപ്പോൾ ഒരു വെള്ളത്തിൽ ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു പോകും. ഈ ട്രാൻസ്ഫറൻസിനെ ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. ആ ഷേപ്പിനെയാണ് നമ്മൾ വേവ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ട്രാൻസ്ഫറൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫോഴ്സിനെ നമ്മൾ വൈബ്രേഷൻ എന്ന് പറയും. അതാണ് വൈബ്രേഷൻ, അതാണ് റാം എന്ന് പറഞ്ഞാൽ. സപ്തചക്രയിലെ ലാം വാം റാം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ അതിനെ തരംഗം എന്ന് പറയും. മനസ്സിലായോ? തരംഗം, അതാണ് റാം, അതാണ് എന്ന് പറയുന്നത്. ഇനി ഏതൊരു വൈബ്രേഷൻ സംഭവിക്കുമ്പോഴും എന്തുണ്ട്? ഏതൊരു വൈബ്രേഷൻ സംഭവിക്കുമ്പോഴും അതിന് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. അതിന് ഒരു പ്രത്യേക നീളത്തിലുള്ള ഒരു സ്ട്രിങ് എടുത്ത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ പിച്ച് എന്ന് പറയും, ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഫ്രീക്വൻസി എന്ന് പറയും. അതാണ് സി, അതാണ് സ. നമ്മൾ സ്പെസിഫിക്കലി നമ്മൾ ഇതല്ല, ഇത് വേറെ, ഇത് വേറെ, ഇത് വേറെ, ഇത് വേറെ, ഇത് വേറെ, അങ്ങനെ വേറെ വേറെ ആയിട്ട് തോന്നിക്കുന്നത് എന്തോ അതാണ് പോയിന്റുകൾ, അതാണ് സ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റായി ആയി. ഇനി ഭ എന്താണ്? ഭ എന്ന് പറയുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് വളരെ സോഫ്റ്റ് ആയിട്ട്, ഇത് സോഫ്റ്റ് പ, ഇത് സ്ട്രോങ് പ. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് അത് ഉണ്ടാക്കുന്ന വിഡ്ത്താണ്. മനസ്സിലായി? അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇതെടുക്കുക. അതായത് ജലത്തിൽ നമ്മളൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ കമ്പനം ഈ രൂപത്തിൽ മേളിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഒരു വലിയ കല്ലെടുത്തിട്ട് കഴിഞ്ഞാലും ചെറിയ കല്ലെടുത്തിട്ട് കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? ഇതിൻ്റെ ആ വ്യാപ്തിക്ക് വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ചലനത്തിന് കുറച്ചുകൂടി സ്പീഡ് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, കുറച്ചുകൂടി അത് കൂടുതലായിരിക്കും, അതിന് മൊമെൻറ്റം കൂടുതലായിരിക്കും. അതിനെയാണ് ഭ എന്ന് പറയുന്നത്. അപ്പം അത് എല്ലാ ശബ്ദങ്ങൾക്കും എന്തുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഭയുണ്ട്. അതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോഫ്റ്റ്, ഹാർഡായിട്ട് അടിക്കുന്നു. അപ്പം നമ്മൾ വളരെ ഫോഴ്സ് കൊടുത്ത് നമ്മൾ ഒരു വെള്ളത്തിലോട്ട് അതേ കല്ല് ഇങ്ങനെ വെറുതെ ഇടുന്നതും വലിച്ചെറിയുന്നതും വ്യത്യാസം ഉണ്ടാക്കും, അല്ലേ? വായുകമ്പനം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയില്ല. നമ്മളൊരു ശബ്ദം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ 360 ഡിഗ്രിയിലോട്ടാണ്, എല്ലാ സ്ഥലത്തോട്ടുമാണ് അതിൻ്റെ കമ്പനം എയറിലോട്ട് പോകുന്നത്, അല്ലാണ്ട് ഒരു സൈഡിലോട്ടല്ല. ഇപ്പം ജലത്തിലെന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയാണ്. എയർ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി. മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മളൊരു കമ്പി എടുത്ത് വെച്ചിട്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലാക്കുക.
അതാണ് ദ്രവ്യ കമ്പനം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി വാവെന്ന് പറയുന്നത്, നമ്മൾ കറുത്ത വാവ് വെളുത്ത വാവ് എന്ന് പറയുന്നത് ഈ ഷെയ്പ്പ് കൊണ്ടാണ്. അതായത് കറുത്ത വാവ് വെളുത്ത വാവ് എന്ന് പറയുമ്പോൾ ഈ ഒരു വീവിന്റെ ഷെയ്പ്പില്, വാ എന്ന് പറയുന്ന ഷെയ്പ്പില് അത് കാണുന്നത് കൊണ്ടാണ് അതിനെ വാവ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ ഈ കമ്പനം ചെയ്യുമ്പോൾ ഈ ഒരു വാ ഷെയ്പ്പ് രൂപപ്പെടുന്നു. അതാണ് ഈ വാ ഷെയ്പ്പ്. ഇതാണ് വേവ് എന്ന് പറയുന്നത്. നമ്മളിവിടെ വാവ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇതെല്ലാം പ്രാപഞ്ചിക ശാസ്ത്ര ഭാഷയ്ക്കൽ അടിസ്ഥാനമായതുകൊണ്ടാണ് വാവ് എന്നിവിടെയും വേവ് എന്നവിടെയും പറയുന്നത്. അതൊരു ഷെയ്പ്പിനെ വിളിക്കുന്ന പേരാണ്, ചലനത്തെ അല്ല. ചലനം കൊണ്ടോ അല്ലാതെയോ ഈ രൂപത്തിലിരിക്കുന്ന ഷെയ്പ്പാണ്. ഇങ്ങിരിക്കുന്ന ഷെയ്പ്പിനെയാണ് നമ്മൾ വ് എന്ന് പറയുന്നത്. അപ്പൊ അത് പക്ഷെ അതിൻ്റെ അകത്ത് ആ ഇങ്ങനെ ട്രാൻസ്ഫറൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു ട്രാൻസ്ഫറൻസ് നടന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഷെയ്പ്പ് രൂപപ്പെടുമല്ലോ, ആ ഷെയ്പ്പിനെയാണ് നമ്മൾ വാവ് വേവ് എന്ന് പറയുന്നത്. അപ്പൊ വേവ് എന്ന് പറയുന്നതിൽ ചലനമില്ല, അതൊരു ഇംപാർഷ്യലായിട്ട് പറയുന്ന ഒരു ഷെയ്പ്പിനെ വിളിക്കുന്ന പേരാണ് വാവ് അല്ലെങ്കിൽ വേവ്. അപ്പോ ഇത് ഇന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു സിംഗിൾ വേവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആരോ, അതായത് സയന്റിസ്റ്റുകൾ അല്ലെ വ്യാസന്മാരെന്നാണ് പറയുക. ഒറിജിനൽ ഭാഷയിൽ വ്യാസൻ എന്നാണ് പറയുക. അപ്പൊ ഈ വ്യാസന്മാർ അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ സയന്റിസ്റ്റ് എന്ന് പറയും. അതായത് സെൻ തെയിസ്റ്റ്, ആ വാക്കാണ് സയന്റിസ്റ്റ് ആയത്. മനസ്സിലായോ? സെൻ തെയിസ്റ്റ്, അതാണ് സയന്റിസ്റ്റ്. കാരണം തെയിസ്റ്റ് എന്ന് പറയുന്നതിന് ഒരു അർത്ഥമുണ്ട്, സെൻ എന്ന് പറയുന്നതിന് ഒരു അർത്ഥമുണ്ട്. രണ്ടും കൂടി ചേരുന്നതാണ് സയന്റിസ്റ്റായി മാറുന്നത്. അത് ശാസ്ത്രഭാഷയുടെ അടിസ്ഥാനത്തിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വ്യാസന്മാര് ഈ പറയുന്ന വേവുകളെയും തരംഗങ്ങളെയും കുറിച്ച് ഒരു പിക്ചോറിയലായിട്ട്, നമ്മളെന്താ പറയുക, ഒരു ഗ്രാഫിക്കലായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സൈൻ ഇടാൻ പറ്റുള്ളൂ, വേറെ വഴിയില്ല. ഇനി ആ ഫ്രീക്വൻസിയെ കാണിക്കാൻ ഒരു ആരോ മാർക്ക് ഇടും. മനസ്സിലായി? അപ്പോൾ ഈ വേവ് താഴത്തോട്ടും മേലോട്ടും വരുന്നതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ലോവസ്റ്റ് ഇതോ ഹൈറ്റ് ഇതോ കാണിക്കുന്നതാണ് ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. ഇത് മൂന്നിനെയും കൂടി ചേർത്തിട്ട് പറയുന്നതാണ് മനസ്സിലായോ? അതാണ് സർപ്പം. അപ്പൊ പ്രാചീനമായിട്ടുള്ള ഭാഷകളിലെല്ലാം പല സ്ഥലങ്ങളിലെ സെർപ്പന്റ്, സാർഭെ, സുർഭി, സിർഭി, സാർഭ, സർപ്പം, ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഈ വാക്കുണ്ട്. എന്താ കാരണം? ഒരു കാലഘട്ടത്തിൽ പ്രാപഞ്ചികമായ ശാസ്ത്ര ഭാഷയായിരുന്നു എല്ലാവരും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് പൊളിഞ്ഞുപോയി. കപാല അത് വന്നു, അതിനെ നശിപ്പിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന മലയാളവും തമിഴും സംസ്കൃതവും റഷ്യനും ഒക്കെ ഉണ്ടായത്. പക്ഷെ ഇതെല്ലാം അതിൻ്റെ അകത്തുള്ളതാണ്. പക്ഷെ നമുക്കിത് സംസാരിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ട് തോന്നുന്നതിനൊരു കാരണമുണ്ട്. കാരണം അതിൽ കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസിൽ ചില കാര്യങ്ങൾ മാത്രം ഒരു കൂട്ടർ ഉപയോഗിക്കുമ്പോൾ അതൊരു വ്യത്യസ്തമാണെന്ന് തോന്നും. ചില കാര്യങ്ങൾ വേറൊരു കൂട്ടർ ഉപയോഗിക്കുമ്പോൾ അതെന്തോ ഒരു വ്യത്യാസമുള്ളതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതൊരു നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു എന്താ പറയുക, ഒരു ഇല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് നമ്മൾ വെർട്ടിക്കലായിട്ട് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രൈറ്റ് ലൈൻ കാണിക്കണം, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടുന്നത്. എന്നിട്ട് നമ്മൾ വേവിനെ ഇങ്ങനെ വ്യാസന്മാർ ഇങ്ങനെ വരക്കത്തേ ഉള്ളൂ. എന്നിട്ട് ആ ഫ്രീക്വൻസിയുടെ ഇത് കാണിക്കാൻ വേണ്ടി ഒരു ആരോ മാർക്ക് ഇടും. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പാമ്പിൻ്റെ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഷേപ്പ് നോക്കുക, ഇതാണ് ആ പോയിന്റഡ് ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇടുന്നത്. പിന്നീട് ഇതെന്താണ്, അതിങ്ങനെ വളഞ്ഞ് കിടക്കുന്നതായിട്ട് കാണിക്കും. സത്യത്തിൽ ഈ സാധനം, ഈ ജീവി അല്ല, ഇത് റബ്ബറാണ്. പ്രകൃതിയിൽ കാണുന്ന ജീവിയും ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതാരാണ് ഈ വേവ് സൈനിനെ ഈ ജീവിയാക്കി മാറ്റിയെന്ന് ചോദിച്ചാൽ അതാണ് കപാല ഭാഷ, അല്ല കപാലന്മാരുടെ ഭാഷ, അല്ല കപാലന്മാർ ചെയ്തതാണ്. അവരെന്ത് ചെയ്തു? ഇതിനെ സർപ്പരൂപത്തിലാക്കി മാറ്റി, ഇതിനെ ഈ സ്നേഹിക്കിൻ്റെ രൂപത്തിലാക്കി മാറ്റി. സ്നേക്ക് എന്ന് പറയുന്നതിന് കാരണമുണ്ട്. സ്നേക്ക്, സെൻ അഖം, ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്, പാരന്റിങ്. അഖം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. സെൻ അഖമാണ് സ്നേക്ക്. അപ്പോൾ കപാലകൾ
ഈ ഈ പറയുന്ന വേവ് സൈഡിനെ അവർ ഈ ഒരു ജീവിയാക്കി അങ്ങോട്ട് തിരുത്തി അങ്ങോട്ട് കാണിച്ചു. എന്നിട്ട് ഇതിനെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലാക്കേണ്ട ഇതാണ് സർപ്പം. അപ്പോൾ ഒരു വേവ് സൈനായിട്ടുള്ളതുണ്ട്, അതേപോലെ തന്നെ ഡബിൾ വേവ് സൈനും ഉണ്ട്. അതാണ് നിങ്ങൾ മെഡിക്കൽ സിമ്പലിൽ കാണുന്നത്. എന്തിനാണ് ഡബിൾ സിമ്പൽ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അട്രാക്ഷൻ റിപ്പൾഷൻ എന്ന് പറയുന്ന 2 പ്രിൻസിപ്പിളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ അവസാനം വരുന്ന ആരോ കൂടിച്ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്നതാണ് സിമ്പൽ എങ്കിൽ അത് ടൊണാലിറ്റി എന്നും, അത് തമ്മിൽ വികർഷിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നതെങ്കിൽ അത് ട്രൈറ്റോൺ എന്നോ എട്ടോണാലിറ്റി എന്നോ പറയും. മ്യൂസിക് പഠിക്കണം, കാരണം മ്യൂസിക്കിൻ്റെ അതാണ് ഫ്രീക്വൻസികളെ കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിയും ജിയും ഒരുമിച്ച് പ്ലേ ചെയ്യുമ്പോഴാണ് ടൊണാലിറ്റി, ആ ടൊണാലിറ്റിയുടെ കംപ്ലീഷൻ ഉണ്ടാകുന്നത്. അത് ഒരു സെൻറ്റർ ക്രിയേറ്റ് ചെയ്യും, ഒരു ഗ്രാവിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു റിസൾട്ടാണ്. ഗ്രാവിറ്റി ഈസ് എ റിസൾട്ട്. അപ്പോൾ ആ ഒരു ആകർഷണത്വം അവിടെ ഉണ്ടാകുന്നത് ആ സിയും ജിയും കൂടി പ്ലേ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ സംഗീതത്തിൽ ഒരു പാട്ട് പാടുന്നതിന് മുമ്പ് സാ പ സ പ സ എന്ന് പറഞ്ഞ് പാടുന്നതിൻ്റെ കാരണം അതാണ്. കാരണം അത് പാടിക്കഴിയുമ്പോൾ അത് കേട്ടിരിക്കുന്ന ആൾക്കാരും പാടുന്നവനും ആ പറയുന്ന പർട്ടിക്കുലർ പിച്ചിൻ്റെ സെൻറ്ററിലോട്ട് കയറും. പിന്നെ അതിൻ്റെ അകത്ത് നിന്നിട്ട് ആ പാട്ട് പാടാൻ പറ്റും. അപ്പോൾ എല്ലാ ആൾക്കാരെയും ഒരു സെൻറ്ററിലോട്ട്, ഒരു ഗ്രാവിറ്റിയിലോട്ട് കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ടാണ് സ പ സ എന്ന് പറഞ്ഞ് പാടുന്നത്. അപ്പോൾ അത് ആകർഷിച്ച് നിൽക്കുന്നതും വികർഷിച്ച് നിൽക്കുന്നതുമായിട്ടുള്ള 2 വേവുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 വേവുകൾ ഇടുന്നത്. ഒന്ന് ടൊണാലിറ്റിയും മറ്റേത് അട്ടോണാലിറ്റിയും എന്ന് പറയും, അട്രാക്ഷനും റിപ്പൾഷനും. അപ്പോൾ കീബോർഡിൽ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിൽ സിയും എഫ് ഷാർപ്പും കൂടി പ്ലേ ചെയ്താൽ അത് വികർഷണം ക്രിയേറ്റ് ചെയ്യും. സിയും ജിയും ആണെങ്കിൽ ആകർഷണം ക്രിയേറ്റ് ചെയ്യും. ഈ പ്രിൻസിപ്പിളാണ്. അപ്പോൾ 2 തരത്തിലുള്ള വേവുകളെ കാണിക്കുന്നത് അതാണ്. അപ്പോൾ 2 തരത്തിലുള്ള വേവുകൾക്ക് എന്താണ്, 2 ആരോ മാർക്ക് വരും. അതേപോലെ തന്നെ ഈ വേവിൻ്റെ ഈ സൈൻ വരും, സർപ്പം. അതും ഇത് തന്നെയാണ്, സർപ്പ. മനസ്സിലായോ? അല്ലാണ്ട് ഇതിന് യാതൊരു മിസ്റ്റിസിസവും സ്പിരിച്വാലിറ്റിയും മണ്ണാങ്കട്ടിയൊന്നുമില്ല. ഇതൊക്കെ പ്രകൃതിയിൽ നടക്കുന്ന മ്യൂസിക് പഠിച്ചാൽ മതി, മ്യൂസിക് മര്യാദക്ക് പഠിച്ചാൽ മതി, ഇതൊക്കെ മനസ്സിലാവും. അപ്പം ഇതൊക്കെ ഈ പറയുന്ന സാധനത്തെ എന്താക്കി മാറ്റി? കപാലകൾ വന്നിട്ട് ഈ പറയുന്ന ഇതാക്കി മാറ്റി. മനസ്സിലായോ? ഈ പറയുന്ന ജീവിയാക്കി മാറ്റി. എന്തിന്? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തിനങ്ങനെ ചെയ്തു? ഒരു നാടിനെ, ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പാരന്റിങ് എന്ന് പറയുന്ന വീഡിയോയിൽ, ഒരു നാടിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ ഭാഷ പൊളിയൂട്ടി ചെയ്യണം. ഭാഷ എങ്ങനെ പൊളിയൂട്ടി ചെയ്യുക? ഒന്ന്, അക്ഷരങ്ങളുടെ ക്രമീകരണം തെറ്റിക്കുക, പ്രാപഞ്ചിക ശാസ്ത്ര ഭാഷയുടെ ക്രമീകരണം തെറ്റിക്കുക. അങ്ങനെ തെറ്റിച്ചിട്ടാണ് നമ്മളെല്ലാവരും പഠിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇൻട്രൻസിക് ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ മെത്തേഡ് ഉണ്ട്, അത് തെറ്റിക്കുക. പിന്നെ ഒറിജിനലി ഉള്ള ഓരോ കൺസ്ട്രക്റ്റിനും കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ട്, അത് മാറ്റിയിട്ട് വേറെ അർത്ഥം കൊണ്ടുവന്ന് ചേർക്കുക. ഇങ്ങനെയൊക്കെയാണ് ഭാഷയെ പൊളിയൂട്ട് ചെയ്യുന്നത്. അതാണ് സർപ്പം ഒരു ജീവിയായി മാറിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സിമ്പലിനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ, ഈ വേവ് സൈനും ആരോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പ്രകൃതിയിലെ ഒരു ജീവിയായിട്ട് കൊള്ളാം, ഉടനെ അതങ്ങോട്ട് എടുത്ത് കയറ്റി, എന്നിട്ട് അതിനെ സർപ്പം എന്ന് വിളിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സത്യത്തിൽ ഇത്. അതായത് ഈ സാധനത്തെ വിളിക്കുന്ന പേരാണ് സർപ്പം. ഇതൊരു സർപ്പമാണ്, ഇതൊരു സർപ്പം, ഇതൊരു സർപ്പം, ഇതൊരു സർപ്പം. അപ്പോൾ ഈ സർപ്പശാപം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അത് ഉദ്ദേശിക്കുന്നത്? ശരിക്കും ശാപം എന്നല്ല പറയേണ്ടത്. എന്നാലും അപ്പോൾ സൂര്യനിൽ നിന്ന് എന്താ വന്നുകൊണ്ടിരിക്കുന്നത്? സൂര്യനിൽ നിന്ന് ഈ ട്രാൻസ്ഫറൻസ് ആണ് നമ്മൾ വെളിച്ചമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ പറയുന്ന എയർ എന്ന് പറയുന്ന മാധ്യമത്തിൽ നടക്കുന്ന ഡിസ്റ്റർബൻസ്, അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫെനോമിനയെ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ദ്രിയമാണ് കണ്ണ്. കണ്ണിനത് പ്രകാശമായിട്ട് തോന്നുന്നതും പ്രകാശത്തിലൂടെ റിഫ്ലക്ഷൻസ് പലതിനെയും രൂപത്തെയും കാണുന്നതെല്ലാം ഈ ഇൻ്റർഫിയറൻസ് കൊണ്ടാണ്, സൂര്യൻ്റെ, ചന്ദ്രൻ്റെ. അപ്പോൾ സൂര്യനിൽ നിന്ന് എന്ത് വന്നുകൊണ്ടിരിക്കുന്നു? ഫ്രീക്വൻസികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഫ്രീക്വൻസി? ഏത് മാധ്യമത്തിലും ഉണ്ടാകുന്ന ഇൻ്റർഫിയറൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇൻ്റർഫിയറൻസാണ്.
അപ്പോൾ അത് ഓഡിയബിൾ ആയിട്ടുള്ള ഇന്റർഫിയറൻസും ഉണ്ട്, ഓഡിയബിൾ അല്ലാത്ത ഇന്റർഫിയറൻസും ഉണ്ട്. പ്രകാശം ഓഡിയബിൾ അല്ലാത്ത ഇന്റർഫിയറൻസാണ്. മനസ്സിലായോ? അപ്പോൾ ചന്ദ്രനിൽ നിന്ന് ഇന്റർഫിയറൻസ് വരുന്നുണ്ട്, ഈ പറയുന്ന പോലെ സൂര്യനിൽ നിന്ന് ഇന്റർഫിയറൻസ്, നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, ഭൂമിയിൽ നിന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഇന്റർഫിയറൻസുകളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ കണക്ഷൻ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സൂര്യപ്രകാശം ഏൽക്കാതിരുന്നാൽ, ചന്ദ്രപ്രകാശം ഏൽക്കാതിരുന്നാൽ, നക്ഷത്രങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭൂമിയുമായിട്ട് നമ്മുടെ ഇപ്പം നമ്മൾ മറ്റേ ഭൂമിയിൽ നമ്മൾ ചവിട്ടുമ്പോൾ നമ്മൾ ഭൂമിയായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഭൂമിയിലും ഈ ഇന്റർഫിയറൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കണക്ടിവിറ്റി നഷ്ടപ്പെടുമ്പോൾ, അതിന് ബ്രേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ പിന്നെ ആരോഗ്യസ്ഥിതിക്കും ശരീരത്തിൻ്റെയും നമ്മളുടെ ചിന്തകളുടെയും ബേസിക് ആയിട്ടുള്ള ആരോഗ്യസ്ഥിതികൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനെ സംബന്ധിക്കുന്നതാണ് സർപ്പശാപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല, വേറെ ഒരു മണ്ണാങ്കട്ടയും ഇല്ല. കാരണം ഇതെന്താണ്? സർപ്പം എന്ന് പറഞ്ഞ ഒരു പിച്ച് എന്നാണ്. ആ ഇന്റർഫിയറൻസിനെ നമ്മൾ അളക്കുന്നത് എപ്പോഴും ഫ്രീക്വൻസിയുടെ കണക്കിലാണ്. എല്ലാ ഇന്റർഫിയറൻസുകളെയും നമ്മൾ അളക്കുമ്പോൾ ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ അളക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും മ്യൂസിക്കിന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് അളക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മ്യൂസിക് എന്ന് പറയുന്നത് ബാഹ്യമായ ആസ്വാദ്യകരമായ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളൊരു പാട്ട്, ട്യൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നത്. അതിൻ്റെ സബ്സ്ട്രേറ്റ് തലത്തിലുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെ സബ്സ്ട്രേറ്റ് തലത്തിലുള്ളതാണ് ഒറിജിനൽ സാധനം. അത് പിന്നെ നമ്മളെടുത്ത് ആസ്വാദ്യകരമായ രീതിയിൽ ഒരു ട്യൂൺ പോലെ മറ്റേതൊക്കെ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്ന മ്യൂസിക് എന്ന് പറഞ്ഞാൽ. മ്യൂസ് എന്ന് പറയുന്ന വാക്ക് തലതിരിച്ചിടുമ്പോൾ അത് സാം എന്നുള്ള വാക്കാകുകയും അത് സാമവേദം ആകുകയും ചെയ്യുന്നു. കാരണം സാമവേദത്തിൽ ഈ പ്രിൻസിപ്പിളുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിവേ, അതുകൊണ്ടാണ് സംഗീതം സാമവേദത്തിൽ നിന്ന് വന്നതാണ്. സംഗീതം സാമവേദത്തിൽ നിന്ന് വന്നെന്നുള്ളത് മനസ്സിലാക്കുന്നതിനേക്കാളപ്പുറം അത് സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളെയും ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കുന്നു എന്നർത്ഥം. എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം. ഇന്ന് പല ആൾക്കാരും ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി 440, ഈ 440 എവിടെ നിന്ന് വന്നെന്ന് അറിയണ്ടേ? ഇതൊന്നും ആർക്കും അറിയില്ല. അവർ പറയണത് ഒരു സെക്കൻഡിൽ 440 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യുന്നതാണ് 440 ഫ്രീക്വൻസി എന്ന് പറയും. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണത്? 440 പ്രാവശ്യം ഒരു സെക്കൻഡിൽ വൈബ്രേറ്റ് ചെയ്യുമോ? ഇല്ല. ഒരു സെക്കൻഡിൽ 440 വൈബ്രേഷൻ സംഭവിക്കപ്പെടണമെങ്കിൽ ഒരു വൈബ്രേഷന്റെ സ്പീഡ് എന്തായിരിക്കും? ആ സ്പീഡാണ് ആ പർട്ടിക്കുലർ പിച്ച് എന്ന് പറയുന്നത്. ആ സ്പീഡാണ്. അതുകൊണ്ടാണ് സർപ്പത്തിലെ സ്പീഡ് എന്ന് പറയുന്നതിന്റെ കാരണം. മനസ്സിലായോ? ആ സ്പീഡാണ്. ഇനി അതാണോ കാരണം എന്ന് ചോദിച്ചാൽ അതുമല്ല കാരണം. കാരണം ആ പർട്ടിക്കുലർ സ്പീഡിൽ അത് വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ ആ വസ്തുവിൻ്റെ നീളം, അതിൻ്റെ വീതി, അതിൻ്റെ ഡെൻസിറ്റി, അതാണ് ആ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ കാരണം. അത് മാറ്റിക്കഴിഞ്ഞാൽ സ്പീഡും മാറും. അപ്പോൾ ആ സ്പീഡിൻ്റെ കാരണം എന്താ? നീളം, വീതി, കാഠിന്യം, പിന്നെ ആകൃതി. അപ്പോൾ ഒരു വസ്തുവിൻ്റെ നീളം, വീതി, ആകൃതി, കാഠിന്യം ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എന്ത് സംസാരിച്ചാൽ മതി? ഫ്രീക്വൻസി സംസാരിച്ചാൽ മതി. അപ്പോൾ മനസ്സിലായോ? അതാണ് യൂണിഫൈഡ് തിയറി. അത് മ്യൂസിക്കിൻ്റെ പ്രിൻസിപ്പിൾ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് തത്വം. അപ്പോൾ 2 വെർട്ടിക്കലായിട്ടുള്ള വേവ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം. ആ 2 വെർട്ടിക്കലായിട്ടുള്ള ആ വേവ് എന്ന് പറയുന്നത് മെഡിക്കൽ സിമ്പിളായിട്ട് എടുത്താൽ മെഡിക്കലുമായിട്ട് അതിന് ബന്ധമില്ല. അത് എല്ലാത്തിനെയും സംബന്ധിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഇപ്പം മ്യൂസിക്കിൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, എല്ലാ സ്ഥലത്തും അത് ഉപയോഗിക്കാം. അത് മെഡിക്കൽ കമ്പനിക്കാരെ അത് മോഷ്ടിച്ചെടുത്ത് അത് അവരുടെ സിമ്പിളാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അല്ലാണ്ട് ഇത് മെഡിക്കൽ സിമ്പിളിൻ്റെ മാത്രമല്ല, എല്ലാത്തിൻ്റെയും സിമ്പിൾ അതാണ്. മ്യൂസിക്കിൽ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അതാണ്. എല്ലാത്തിൻ്റെയും സബ്സ്ട്രേറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്നത് ആകർഷണ വികർഷണ തത്വമാണ്. ഇതാണ് തത്വം. അപ്പം ഇതാണ് നമ്മൾ ഈ സർപ്പശാപം എന്ന് വിളിക്കുന്നത്.
ഈ തരംഗങ്ങളുമായിട്ടുള്ള ഡിസ്കണക്ഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഡിസ്കണക്ഷൻ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ചിന്തകൾക്കും, അതേപോലെ ചിന്തകളെന്നല്ല അതിനെ പറയുന്നത്, അതായത് നമ്മളുടെ ഒരു ചിന്തകൾ ഇങ്ങനെ സ്പൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണെങ്കിൽ അതിനെ കുഴപ്പങ്ങൾ വരും, മനസ്സിലായ? അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അത് ബാധിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ ഇത് സർപ്പക്കാവ് കെട്ടി സർപ്പത്തിനെ പൂജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല. അത് കപാലകൾ ധാരാളം ചെയ്യുന്നത് നിങ്ങളെ ഡ്യൂപ്പ് ചെയ്തതാണ്, നിങ്ങളെ പറ്റിച്ചതാണ്. ആ ജീവിയും ഈ പറയുന്ന ഈ ജീവിയും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. ഇതിൻ്റെ ആ ഷെയ്പ്പ്, ഇതിൻ്റെ ഒരു ഷെയ്പ്പ് കണ്ടിട്ടാണ് അതിനെ അങ്ങനെ വിളിച്ചത്. ആ ഷെയ്പ്പിനെ അടിസ്ഥാനപ്പെടുത്തി വിളിച്ചതാണ്, അല്ലാതെ മറ്റൊരു കാര്യവും അതിനില്ല. ഇനി വേറൊരു കാര്യമുണ്ട്, അതിലോട്ട് ഞാൻ വരാം. അപ്പോൾ അത് ഇതാണത്. അപ്പോൾ സിംഗിൾ വേവും ഡബിൾ വേവും മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോഴും മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഒരു വ്യക്തി നമ്മളുമായിട്ട് സംസാരിക്കുമ്പോഴും അതും ഒരു ഇൻ്റർഫിയറൻസ് ആണ്. ഈ എയറിലൂടെ ഉള്ള ഒരു ഇൻ്റർഫിയറൻസ് ആണ് എന്നിലോട്ട് വന്നുകൊണ്ടിരിക്കണം. അതും എന്തായിട്ട് കണക്കാക്കാം? അതും ഒരു ഋഭയാണ്, മനസ്സിലായി? പക്ഷെ അത് ഒരു ഷെയ്പ്പുണ്ട്, അതിനും പിച്ചുണ്ട്, പക്ഷെ സ്പെസിഫൈഡ് പിച്ചല്ല എന്നേ ഉള്ളൂ. അതായത് നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടും ഒരു സർപ്പമാണ്, മനസ്സിലായി അല്ലേ? ലാ എന്ന് പറഞ്ഞൊരു സർപ്പമാണ്. അതുപോലെ തന്നെ ഒരാൾ സംസാരിക്കുമ്പോഴും സർപ്പമാണ്. അപ്പോൾ ഒരു വ്യക്തിനെ നമുക്ക് അയാളെ പുറപ്പെടുവിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്, സംസാരിക്കുന്നതും ഒരു സർപ്പമാണ്. ഇതാണ് സർപ്പം. അപ്പോൾ ഇനി ആണ് നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ഒരു രൂപം. ഇതെന്താണിത്? ഇത് മ്യൂസിക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മ്യൂസിക്കിൽ പ്രധാനമായിട്ട് 4 തരത്തിലുള്ള ക്യാരക്ടർ ഓഫ് മോഷൻ ഉണ്ട്. 4 തരത്തിലുള്ള ക്യാരക്ടർ ഓഫ് മോഷൻ എന്ന് പറയും. അതായത് ചലിക്കുന്നതിന് ഒരു സ്വഭാവം ഉണ്ടാവുക എന്ന് പറയും. വ്യത്യസ്തമായിട്ടുള്ള ചലന സ്വഭാവങ്ങൾ എന്ന് പറയും. അതിൽ നമ്മൾ ബേസിക്കലി എടുത്തു കഴിഞ്ഞാൽ ഈ സ്വിങ് എന്ന് വേണം അങ്ങനെ പറയാം. ആ സ്വഭാവത്തെ നമുക്ക് സ്വിങ് എന്ന് പറഞ്ഞ് വിളിക്കാം. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള സ്വിങ്ങുകളാണ് മ്യൂസിക്കിൽ നമ്മൾ പ്രയോഗിക്കുക. അതിലൊന്നെന്ന് പറയുന്നത് സോണിക് സ്വിങ് എന്ന് പറയും. രണ്ടാമത്തത് ബീറ്റ് സ്വിങ് എന്ന് പറയും. മ്യൂസിക് പഠിക്കണം. മൂന്നാമത്തത് മീറ്റർ സ്വിങ് എന്ന് പറയും. അപ്പം അതിലെ ബീറ്റ് സ്വിങ്ങും അല്ലെങ്കിൽ സോണിക് സ്വിങ്ങിനെയൊക്കെ കാണിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ സിംഗ്ലറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതായിരിക്കും ആ സിംഗ്ലറ്റ് മോഷന്റെ അടിസ്ഥാനം. അപ്പൊ ഈ പാമ്പ് വിഴുങ്ങുന്ന പോലെ വെച്ചിരിക്കുന്നത്, യഥാർത്ഥത്തിൽ അത് വിഴുങ്ങുന്ന ആ തലയുടെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ആ ആരോ മാർക്കാണ്. ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, താഴത്ത് കണ്ടോ ഒരു ആരോ മാർക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, യെല്ലോ റെഡ് ഒരു ആരോ മാർക്ക് കണ്ടോ? അത് അത് നമ്മുടെ ഈ പറയുന്ന ജീവിയുടെ തലയാക്കി മാറ്റിയത് കപാലയാണ്. ആക്ച്വലി അത് ആരോ മാർക്കാണ്. കാരണം അവിടുന്ന് ഒരു പോയിന്റിൽ തുടങ്ങി വീണ്ടും തിരിച്ച് ആ പോയിന്റിൽ എത്തുന്നു. അതാണ് സിംഗ്ലറ്റ് എന്ന് പറയുന്ന ചലന സ്വഭാവം. ഓക്കെ, പാമ്പിന്റെ തല വിഴുങ്ങുന്നതല്ല, അവിടെ ഒരു ആരോയായിരുന്നു. ആ ആരോ നമ്മൾ വരക്കുമ്പോൾ എപ്പോഴും അതിങ്ങനെ വന്നിട്ട് അതിൻ്റെ മധ്യത്തിലായിരിക്കുമല്ലോ, അതിൻ്റെ ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് മധ്യത്തിലായിരിക്കുമല്ലോ ആരോ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അതിനെന്താക്കി മാറ്റി? വിഴുങ്ങുന്നതാക്കി നിങ്ങളെ പറ്റിച്ചതാണ്. ഇനി അടുത്ത സൈൻ എന്ന് പറയുന്നത് ഡ്യൂപ്ലറ്റ് ആണ്. എന്താണ് ഡ്യൂപ്ലറ്റ് സൈൻ? അതാണ് മീറ്റർ സ്വിങ്ങിൽ, മ്യൂസിക്കിലെ മീറ്റർ സ്വിങ്ങിൽ 2/4 എന്ന് പറഞ്ഞ് വിളിക്കുന്ന സാധനമാണ്. മനസ്സിലായി? അപ്പോൾ അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അതായത് ഇവിടുന്ന് തുടങ്ങിയ എന്ന് പറയും. 2/4 എന്ന് പറയുന്ന ക്യാരക്ടർ മോഷനാണ്.
നമുക്ക് ലീനിയറായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ 1 2 1 2 1 2 1 2. ഇതാണ് ആ മോഷൻ, ക്യാരക്ടർ ഓഫ് മോഷൻ. ഇനി ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇത് ട്രിപ്ലറ്റ് മോഷനാണ്. 1 2 3 1 2 3. ഈ ട്രിപ്ലറ്റ് മോഷനെ കാണിക്കുന്നതാണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു 3/4 ഒരു മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ട്രിപ്ലറ്റ് മോഷൻ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. 1 2 3 1 2 3 1 2 3 എന്ന് പറയും. അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം തല വിഴുങ്ങുന്നത് വാലിനെ തല വിഴുങ്ങുന്നതല്ല, അവിടെ ഒരു ആരോ മാർക്കാണ്. ഞാൻ ആ ആരോ മാർക്കാണ് ഇപ്പുറത്തിട്ടിരിക്കുന്നത്. ഇതാണ് ട്രിപ്ലറ്റ് സൈൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ട്രിപ്ലറ്റ് അതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ആ മോഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ഇതാണ്. ഇനി അടുത്തതാണ്, ഇതാണ് ക്വാഡ്രോപ്ലറ്റ് എന്ന് പറയും. 4 ഇതായിട്ട് വീണ്ടും അത് വിഴുങ്ങുന്നതല്ലത്, ആരോ മാർക്കാണ്. അതാണ് ഇപ്പുറത്ത് ഞാൻ ഇട്ടിരിക്കുന്നത്, ആരോ മാർക്കുകൾ ഇട്ടിരിക്കുന്നത്. വ്യാസന്മാർ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുള്ളൂ, ആരോ മാർക്ക് ഇടും. കാരണം ആ പോയിന്റ്, തുടങ്ങുന്ന പോയിന്റും മറ്റേത് വന്ന് എൻഡ് ചെയ്യുന്ന പോയിന്റും കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ ബേസിക്കലി യെല്ലോ പോയിന്റ് എന്ന് പറയുന്നത് തുടങ്ങുന്നതും തിരിച്ചത് കഴിഞ്ഞ് വന്നിട്ട് അടുത്ത പോയിന്റിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ റെഡ് വിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് തിരിച്ചറിയാൻ വേണ്ടി. അപ്പം 4 തരത്തിലുള്ളത് 1 2 3 4 1 2 3 4 1 2 3 4. ഈ പറയുന്ന ഒരു സ്വിങ് ആണ്, ക്യാരക്ടർ ഓഫ് മോഷൻ ആണ്. ഇപ്പം മ്യൂസിക്കിൽ 2/4 എന്ന് എഴുതി കഴിഞ്ഞാൽ 2/4 എന്ന് പറയുന്ന സ്വിങ്ങിലാണ് വായിക്കേണ്ടത്. 3/4 എന്ന് പറഞ്ഞാൽ 3/4ന്റെ സ്വിങ്ങിലാണ് വായിക്കേണ്ടത്. അപ്പം മ്യൂസിക്കിൽ പഠിക്കുന്ന കുട്ടികൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇതെന്തോ മാത്തമാറ്റിക്കൽ മെഷർമെന്റിന് വേണ്ടിയിട്ടിരിക്കുന്നതാണ്. അല്ല, ഒരു ക്യാരക്ടർ ഓഫ് മോഷനാണ്. ആ ക്യാരക്ടർ ഓഫ് മോഷൻ കറക്റ്റായിട്ട് ആ ശബ്ദങ്ങളിലൂടെ കൊണ്ടുവരുത്തണം, എന്നാൽ മാത്രമേ ഇത് ക്യാരക്ടർ ഓഫ് മോഷൻ ആവുള്ളൂ. അല്ലാതെ വെറുതെ അവിടെ 3/4 എന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വായിച്ചിട്ട് കാര്യമില്ല. ക്യാരക്ടർ ഓഫ് മോഷനെയാണ് ഈ പറയുന്ന ക്വാഡ്രോപ്ലറ്റ്, ട്രിപ്ലറ്റ്, ഡ്യൂപ്ലറ്റ്, സിംഗ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ഇത് കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മോഷൻ. അപ്പം അത് ഒരു മ്യൂസിക്കിലാണെങ്കിലും അത് മറ്റു പല മേഖലകളിലാണെങ്കിലും ഇതേ ക്യാരക്ടർ ഓഫ് മോഷനെ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു പല കാര്യങ്ങളും ഫങ്ഷൻ ചെയ്യുക. അപ്പം ഇതിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം 4 ഡിറക്ഷനിലോട്ടുള്ള മോഷനെയാണ് കാണിക്കുന്നതെങ്കിൽ അത് ക്വാഡ്രോപ്ലറ്റ് ആണ്. അതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അല്ലെ, ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിറക്ഷനിൽ പോയി ആ ഡിറക്ഷനിൽ പോയി പിന്നെ ഈ ഡിറക്ഷനിൽ. ഡ്യൂപ്ലറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡിറക്ഷനിൽ പോയി ഈ ഡിറക്ഷനിൽ പോയി, ആ ഡിറക്ഷനിൽ പോയി ഈ ഡിറക്ഷനിൽ. സിംഗ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള ക്യാരക്ടർ ഓഫ് മോഷൻസ് ആണ് എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുക, മ്യൂസിക്കിൽ ഉപയോഗിക്കുക, ഇങ്ങനെ പല മേഖലകളിൽ ഉപയോഗിക്കുന്നത്. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാണ്ട് ഇതിന് ഈ ജീവിയുമായിട്ട്, ഈ പറയുന്ന പാവം പിടിച്ച ഈ ജീവിയുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. വിശ്വസിക്കാൻ പറ്റുമോ? എത്ര ട്രഡീഷൻസിലാണ് കിടന്ന് ഇതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ടന്മാര്. ഇതെന്താണെന്ന് അറിയണ്ടേ? കാരണം സർപ്പം എന്ന് പറയുന്നതിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോയി. ഇനി വളരെ രസകരമായിട്ടുള്ള മറ്റൊരു സാധനം കാണിച്ചു തരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ജലപ്രതലത്തിൽ സംഭവിക്കുന്ന കമ്പനം. പിന്നെ അത് മാത്രമല്ല, സ്പൈറൽ മോഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സ്പൈറൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ കയറി 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 ഇങ്ങനെ പോകുന്ന സ്പൈറൽ മോഷൻ. നമ്മുടെ സ്പ്രിങ് ഉണ്ടല്ലോ, അതുപോലെ സ്പൈറൽ. അപ്പോൾ പിന്നെ ആ സ്പൈറൽ മോഷനെ കാണിക്കുന്ന സിമ്പിൾ ഇതാണ്, ജലപ്രതല കമ്പനം. അത് കാണുമ്പോൾ സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? സെന്റർ എന്ന് പറയുന്ന അവിടുന്ന് തുടങ്ങുന്നു എന്നുള്ളത്, അതാണ് ആ തല വരുന്ന പാമ്പിൻ്റെ ആ പോയിന്റ് എന്നുള്ള രീതിയിൽ. അവിടെ വന്ന് വീഴുന്ന ആ പോയിന്റ് പിന്നീട് ഇങ്ങനെ പോവുകയാണ് റൗണ്ട് ചെയ്ത്. അപ്പോൾ ഒന്ന് അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണിത്. ഈ പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ്, വന്ന് വീഴുന്നതിനെ ഭാ എന്നും, അത് വാട്ടറിൻ്റെ ഇലാസ്റ്റിക് നേച്ചർ കൊണ്ട് തിരിച്ച് അത് അടിക്കും, അതിനെ ബാ എന്നും വിളിക്കും. അതാണ് പാമ്പ് എന്ന് പറഞ്ഞാൽ. പാമ്പ് എന്ന് പറഞ്ഞാൽ ജീവിയല്ല. വെള്ളത്തിലൊരു കല്ലിടുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് പാമ്പ്. അതാണ് പമ്പ് എന്ന് പറയല്ലേ, പമ്പ് എന്ന്
പാമ്പ്. അല്ലാണ്ട് ആ ജീവിയുടെ പേരല്ലത്, ഓരോ പ്രതിഭാസങ്ങളുടെ പേരാണ്. അതായത് ഒരു വസ്തുവിനോട് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ തിരിച്ചത് റിയാക്ട് ചെയ്യുന്നത്. ഇതാണ് പാമ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ശാസ്ത്രഭാഷ. അപ്പൊ അതിന്റെ സിംബോളിസമാണ് ഈ പറയുന്ന സ്നേക്ക് ഇങ്ങനെ ഇതായിരുന്നു. രണ്ടാമത്തത് സ്പൈറൽ മൂവ്മെന്റ്. നിങ്ങൾക്ക് കാണാം സ്പൈറൽ മൂവ്മെന്റിനെ കാണിക്കുന്നത്. എന്തിനാണ് ഈ ജീവനെ തന്നെ ഇതിനെല്ലാത്തിനും ഉപയോഗിച്ചത്? കപാലയാണ്. ഇതിന് ഒരു ബന്ധവുമില്ല. ഇതെല്ലാം വേവ് സൈനായിട്ട് വരച്ചിങ്ങനെ വേവായിട്ട് വരക്കുന്നതാണ്. അല്ലാണ്ട് ഇത് ഈ സാധനം ഈ ജീവിയല്ല വരക്കുന്നത്. മനസ്സിലാവും? അപ്പൊ ഇതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ. എന്താണ് സർപ്പം? ഫ്രീക്വൻസി, വൈബ്രേഷൻ, ആംപ്ലിറ്റ്യൂഡ്. മനസ്സിലായോ? ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും പണ്ട് മുതൽക്ക് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു ഇത്. ഹയസ്റ്റ് ആയിട്ടുള്ള സിവിലൈസേഷൻ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ മാത്രമല്ല. പക്ഷെ ഒരു കാലഘട്ടം എത്തുമ്പോൾ ആ സിവിലൈസേഷൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആവും. ഡിസ്ട്രോയിഡ് ആയതിനു ശേഷം വീണ്ടും 1 മുതൽ തുടങ്ങും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നാടകം. മനസ്സിലായോ? അല്ലാതെ ഇന്ന് കണ്ടെത്തിയ കാര്യമോ കഴിഞ്ഞ സെഞ്ചുറിയിലോ അതിന് മുമ്പത്തെ സെഞ്ചുറിയിലോ കണ്ടെത്തിയ കാര്യമില്ല. ഇനി അത് ഇന്ത്യക്കാർ കണ്ടെത്തിയതാണ്. ഇന്ത്യക്കാർ കണ്ടെത്തിയാണെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ സർപ്പമുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് സർപ്പം. ഭാരതം എന്ന് പറഞ്ഞ രാജ്യമുണ്ടോ? നിങ്ങൾ ഭൂമിയുടെ മേളിൽ ചെന്ന് നോക്കുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ ഇന്നതാണ് ഭാരതം എന്ന് പറഞ്ഞ്? അതിന് പേരുകൾ മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഓരോ നാടിന്റെ പേരുകൾ ഇങ്ങനെ മാറിക്കൊണ്ട്, അത് വാക്കുകളിൽ ഇട്ട് വിളിക്കുന്ന, അത് മാറിക്കൊണ്ടേയിരിക്കും. ഇത് വ്യാസന്മാരുടെ കണ്ടെത്തലാണ്. മനസ്സിലായോ? എന്താണ് വ്യാസം എന്നുള്ളത് ഞാൻ ഒരു വീഡിയോയിൽ ദേവതാ ഗുണത്തിലെ സൃഷ്ടി ഗുണങ്ങളിൽ പെടുന്ന സെൻ ഗുണമുണ്ട്, ആ വ്യാസഗുണം. അതായത് നമുക്ക് ചുറ്റും ഒളിഞ്ഞിരിക്കുന്ന പാറ്റേണുകളെ തിരിച്ചറിയാനായിട്ട് കണ്ടെത്താനായിട്ടുള്ള സ്വതസിദ്ധമായ ഗുണമാണ് വ്യാസഗുണം. ആ വ്യാസഗുണമുള്ള ആൾക്കാരാണ് ഇതൊക്കെ കണ്ടെത്തി ഇങ്ങനെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്, മനസ്സിലാക്കി കൊടുക്കുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോ അതിനെ കപാലകൾ വന്നിട്ട് ഈ സയന്റിഫിക് പ്രിൻസിപ്പിളിനെ എടുത്തിട്ട് അവരെന്ത് ചെയ്യും? അവര് വേറെ ജീവികളും മറ്റേ ഇതൊക്കെ ആക്കി മാറ്റിയിട്ട് ആൾക്കാരെ മുഴുവൻ മണ്ടന്മാരാണ്. അതാണ് നമ്മൾ ഈ കാണുന്ന അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. എല്ലാ മതത്തിലും എല്ലാ മതവും കപാലയുടെ സൃഷ്ടിയാണ്. എല്ലാ ആത്മീയതയും കപാലയുടെ സൃഷ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു റാം, സപ്തചക്രയിലെ റാം എന്ന് പറയുന്നത് ഇന്റർഫിയറൻസിനെ കാണിക്കുന്നതാണ്. പിന്നെ ട്രാൻസ്ഫറൻസ് ഓഫ് മോഷൻ, അതാണ് റാം. അപ്പൊ ലാം എന്താണ്? ഡയറക്ഷൻ. അങ്ങനെ ഓരോന്ന് ഇതെല്ലാം പ്രകൃതിയിൽ സംഭവിക്കുന്ന ഓരോ പ്രതിഭാസങ്ങളെ ഒറിജിനൽ നെയിമാണ്, ശാസ്ത്രനാമമാണ്. അതല്ലാതെ വേറെ നാമമില്ല അതിന്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് കള്ളനാമമാണ്. മനസ്സിലായോ? എന്നുവെച്ചാൽ അത് ആവശ്യമില്ല, എന്ന് പറഞ്ഞാൽ മതി. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയണ്ട, അഭ്യം എന്ന് പറഞ്ഞാൽ മതി. അത്രയുള്ള ആവശ്യം. അപ്പൊ അത് ബേസിക്കലി ശാസ്ത്രഭാഷയെ ഡിസ്ട്രോയ് ചെയ്യുന്നത് കപാലയാണ്. കാരണം അങ്ങനെ ഡിസ്ട്രോയ് ചെയ്താൽ മാത്രമേ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഗവർമെന്റ് ഉണ്ടാക്കിയത് അകം പ്രിൻസിപ്പിളുള്ള ആൾക്കാരാണ്. ഞാൻ അകം എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അകം പ്രിൻസിപ്പിളുള്ള ആൾക്കാർക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ എപ്പോ അകം പ്രിൻസിപ്പിളിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ അത് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റില്ല. അതാണ് ശാസ്ത്രഭാഷ. അല്ലാണ്ട് ഇംഗ്ലീഷുകാരുടെ വാക്കല്ല എന്ന് പറയുന്നത്. അപ്പൊ എനിവേ ഇതാണ് ഈ പറയുന്ന സാധനം. ഓക്കെ, ഈ പറയുന്ന പ്രിൻസിപ്പിളുകൾ എല്ലാ സ്ഥലങ്ങളിലും ഓരോ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ശാസ്ത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അക്ഷരങ്ങളാണ് ഇതെല്ലാം. ഇനി വരുന്നതാണ്
നമ്മളുടെ പ്രധാനപ്പെട്ട ലാസ്റ്റ് സിമ്പലായിട്ട് എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഈ സാധനം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ തരത്തിൽ നമ്മൾ ശരിക്കും സ്നേക്കിനെ ഉപയോഗിക്കുന്ന ഒരു തലം, അത് ശരിക്കും പറഞ്ഞാൽ അകം പ്രിൻസിപ്പിളിലുള്ള ആൾക്കാർ അക്കം പ്രിൻസിപ്പിളിലുള്ള പ്രിഡേറ്റേഴ്സിനെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഒറിജിനലി ഈ ജീവിയെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ശാസ്ത്രത്തിന് വേണ്ടിയിട്ടല്ല, ഒരു സിംബോളിസമായിട്ട് വേട്ടക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ സാധനത്തിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതും കൂടി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഉപയോഗിച്ചത് കൊണ്ടാണ് പിന്നീട് കപാല സിസ്റ്റം കൈയടക്കി കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, അവരെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച സിമ്പലിനെ അവരെന്ത് ചെയ്തു, ഇതേ ആൾക്കാരെ കൊണ്ട് ആരാധനാമൂർത്തിയാക്കി മാറ്റിച്ചു. അതൊരു രസമുള്ള കാര്യമാണല്ലോ, അല്ലേ? ഇപ്പം ഞങ്ങളെപ്പോലുള്ള വേട്ടക്കാരെ പ്രതിനിധീകരിക്കാൻ വേണ്ടി അവർ ബുദ്ധിയും കഴിവുമൊക്കെയുള്ള ആൾക്കാരെ ഒരു സിംബോളിസം ഉണ്ടാക്കി വെച്ചു. സിസ്റ്റം കൈയടങ്ങി കഴിഞ്ഞപ്പോൾ അതേ സിമ്പലിനെ കൊണ്ട് തന്നെ അവരെ ആരാധിപ്പിക്കാൻ തുടങ്ങുക എന്ന് പറയുന്ന ഒരു രസമുള്ള കാര്യമല്ലേ? അങ്ങനെയാണ് ഈ സാധനം അവരെല്ലാ സ്ഥലത്തും കയറ്റിയത്. ഈ പറയുന്ന അവരെ പ്രതിനിധീകരിച്ചുണ്ടാക്കിയ സിമ്പൽ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മളൊരു ജീവി എന്ന് പറയുന്ന സ്നേഹിക്കിനെ എടുത്താൽ ആ സ്നേഹിക്കിൻ്റെ 8ഓളം കാര്യങ്ങൾ പ്രിഡേറ്റേഴ്സിൻ്റെ 8 സ്വഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു വേട്ടക്കാരൻ എന്ന് പറയുന്ന അവരെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ നേച്ചറിനെ കാണിക്കുന്ന 8ഓളം കാര്യങ്ങൾ നമുക്ക് അതേപോലെ തന്നെ ഈ ജീവിയുടെ ആകൃതിയിലും അതിൻ്റെ ചലനത്തിലും അതിൻ്റെ സ്വഭാവത്തിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പറയുന്ന സാധനത്തെ വേട്ടക്കാരെ കപാലയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പം നമ്മളുടെ ഇടയിൽ കപാലകളുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വ്യാസന്മാർ, ബുദ്ധിയുള്ള ആൾക്കാർ, അകം പ്രിൻസിപ്പിളുള്ള ആൾക്കാർ എന്ത് ചെയ്തു, അവർ ഈ പറയുന്ന ജീവിയെ ഓരോ സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കും. ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരാളായിട്ട് സംസാരിക്കുമ്പോൾ അവൻ കപാലയാണെന്ന് അറിയണം. നമ്മളൊരാളായിട്ട് കൂട്ടുചേരുമ്പോൾ അവൻ കപാലയാണെന്ന് അറിയണം. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ആ ചിന്ത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ സൈൻ എല്ലായിടത്തും ഒക്കെ കയ്യിലും അല്ലെങ്കിൽ അവിടെ ഇവിടെ ഭിത്തിയിലും ഇതൊക്കെ പതിക്കണം. ഇതല്ല നാഗം എന്ന് പറഞ്ഞാൽ ഈ സാധനമല്ല. നാഗം എന്ന് പറഞ്ഞാൽ ബേസിക്കലി അകം പ്രിൻസിപ്പിളുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ്. അല്ലാതെ ഈ ജീവിയെ വിളിക്കുന്ന പേരല്ല നാഗം. മനസ്സിലായോ? നാഗം എന്നുള്ള ആ അകം പ്രിൻസിപ്പിളിനെ ഈ പറയുന്ന ഒരു ജീവിയുടെ രൂപത്തിലോട്ട് മാറ്റി ആൾക്കാരെ കൊണ്ട് ആരാധിപ്പിക്കാൻ തുടങ്ങിയത് കപാലയാണ്. അകം, പുതിയ അകം, അതാണ് നാഗം. മനസ്സിലായോ? പ്രപഞ്ച ശാസ്ത്ര ഭാഷ. അല്ലാതെ നാഗന്മാരെന്ന് പറഞ്ഞാൽ ആരാ? അങ്ങനെ ഒരു വർഗമൊന്നുമില്ല. വർഗമായിട്ടില്ല. വർഗം എന്ന് പറയുമ്പോൾ നമ്മൾ ജനിതകമായിട്ട് അങ്ങനെ ഇല്ല. അകം ഗുണത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് പെയിൻ, അത് ഇൻട്രൻസിക് ആയിട്ടുള്ള ആൾക്കാർ മറ്റൊന്നിൻ്റെ തന്നെ പോലെ വേദന അനുഭവിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ വേദനയെ മനസ്സിലാക്കാനും ആ വേദന ഉൾക്കൊള്ളാനും ആ വേദനയ്ക്ക് പരിഹാരം ചെയ്തു കൊടുക്കാനുമായിട്ടുള്ള ഒരു തോന്നലുണ്ടാക്കുന്ന ഇൻട്രൻസിക് ആയിട്ടുള്ള ഗുണമാണ് അകം ഗുണം. ആ ഗുണത്തിൽ സംബന്ധിക്കുന്നതാണ് നാഗം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ സാധനമല്ല, ഈ ജീവിയല്ല. പക്ഷെ കപാലകൾ വന്നിട്ട് ഈ അവരെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച സിമ്പലിനെ തന്നെ നാട്ടുകാരെ കൊണ്ട് മുഴുവൻ ആരാധിപ്പിക്കുന്ന മൂർത്തിയാക്കി മാറ്റിച്ചത് കപാലയാണ്. അക്കം പ്രിൻസിപ്പിളുള്ള ആൾക്കാർ, വേട്ടക്കാർ. അത് അവരുടെ തന്ത്രം, അത് അവരുടെ ബുദ്ധി. അപ്പൊ പ്രാപഞ്ചിക ശാസ്ത്ര ഭാഷ നഷ്ടപ്പെട്ടു പോയത് ഗുണകരം. അവരതിനെ പൊളിറ്റ് ചെയ്തു. സ്വാഭാവികം. അപ്പൊ ഇവിടെ എന്താണ്? അതാണ് അഹം, അകം, അക്കം. ഇതിലെ അക്കത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിമ്പല് അകം ക്വാളിറ്റിയുള്ള ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയത്. കാരണം നമുക്കിപ്പോൾ എല്ലാം വിശദീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കപാല എങ്ങനെയാണ്, അവരുടെ സ്വഭാവം എന്താണ്. അതിന് പകരം ഒരു എന്ത് ചെയ്യുന്നു, അവരെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ഒരു ജീവിയെ എടുത്ത് പ്രതിഷ്ഠിക്കുകയാണ്. നമ്മളിപ്പോൾ സമാധാനത്തിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞിട്ട് മാടപ്രാവിനെ കാണിക്കും. മനസ്സിലായോ? അതുപോലെ അപ്പൊ ഈ 8ഓളം കാര്യങ്ങൾ എന്താണെന്ന് അറിയണമല്ലോ, അല്ലേ? അപ്പൊ ഈ 8ഓളം കാര്യങ്ങൾ
ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ആ ജീവിയെ നമുക്ക് എടുക്കാം. പെട്ടെന്ന് നമുക്ക് ആ ജീവിയിൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അതിൻ്റെ വിഷമാണ്, അല്ലേ? അത് കൊല്ലും സ്വാഭാവികമായിട്ട്. രണ്ടാമത്തത്, അത് കവേർട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തിരുന്നാൽ പോലും അത് അറിയാൻ പറ്റില്ല. ഇരിക്കുന്ന സ്ഥലമായിട്ട് താതാത്മ്യം പ്രാപിക്കും. ഒരു മരത്തിൽ കിടന്നു കഴിഞ്ഞാൽ അത് ശിഖരമാണെന്ന് തെറ്റിദ്ധരിക്കും. ഏതെങ്കിലും കമ്പിൽ ചുറ്റിയിരുന്ന വല്ല റോപ്പ് ചുറ്റി വെച്ചിരിക്കണമെന്ന് വിചാരിക്കും. വല്ല നിലത്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വല്ല ഇറങ്ങുമ്പോഴത്തേക്ക് വല്ല ചാക്കോ മറ്റേതൊക്കെ കിടക്കണമെന്ന് വിചാരിക്കും. സോ കവേർട്ടാണ്, ഇരിക്കുന്ന സ്ഥലവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കും. അപ്പോൾ ഈ കപാലയെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം, അതിൻ്റെ നാക്കെടുത്തു കഴിഞ്ഞാൽ 2 നാവാണ് അതിനുള്ളത്. അങ്ങനെ 2 നാവ്. അങ്ങനെ ഡബിൾ ടങ്ഡ് എന്നാണ് പറയുക. ഡബിൾ ടങ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണ പറയുന്നവൻ, 2 രീതിയിൽ പറയുന്നവനെന്ന് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഒന്ന് വിഷമാണ്, ഒന്ന് എവിടെ ഇരിക്കുന്ന സ്ഥലമായിട്ട് നമ്മൾ തൊട്ടുമുപ്പോലും ഇരുന്നാൽ പോലും അറിയാൻ പറ്റില്ല. വേട്ടക്കാരൻ്റെ സ്വഭാവമാണ്. പിന്നെ എന്താണ്? നുണ പറയുന്നവൻ. 2 തരത്തിൽ. പിന്നെ വേറെ എന്തൊക്കെയാണ്? പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് പ്രധാനപ്പെട്ടത്. പിന്നെ നമ്മൾ ഈ പാമ്പുകൾ ഇങ്ങനെ ചുറ്റിപ്പിരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട്, ഇങ്ങനെ ചുറ്റിപ്പിരിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഇതിൻ്റെ തല എവിടെ ഇരിക്കണം നമുക്ക് അറിയാൻ പറ്റില്ല. പലപ്പോഴും ആ കൺഫ്യൂഷൻ. കുറേ പാമ്പുകൾ ഇങ്ങനെ കിടക്കാൻ പറ്റില്ല, ഇങ്ങനെ മൊത്തം കൺഫ്യൂഷൻ. ഇതിൻ്റെ തലയൊക്കെ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ തലയിലാണ് വിഷം ഇരിക്കുന്നത്. അപ്പം നമ്മളെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കും. എന്താണ് കൺഫ്യൂഷൻ? അതായത് വാക്കുകളിലൂടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. നമ്മുടെ മുമ്പിൽ അവരെപ്പോഴും കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, സത്യം തിരിച്ചറിയാതിരിക്കാനായിട്ട്. അതാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിതിനെ പിടിക്കാൻ ശ്രമിച്ചാൽ, പെട്ടെന്ന് പിടിക്കാൻ ശ്രമിച്ചാൽ പിടി കിട്ടത്തില്ല. കാരണം ഇത് വഴുതിപ്പോവും. മനസ്സിലായോ? ഈ കപാല സ്വഭാവമുള്ള ആൾക്കാരുടെ പ്രത്യേകതയാണ്. നമ്മൾ പല രീതിയിൽ പിടിക്കാൻ ശ്രമിച്ചാൽ വഴുതി കളിക്കും അവർ, വാക്കുകളുമുണ്ട്. എല്ലായിടത്തും വാക്കാ ഉപയോഗിക്കും. വഴുതി കളിക്കുന്നത് കൊണ്ട് ഒരാൾ കപാലയാണെന്നല്ല, കപാലയുടെ സ്വഭാവമാണ്. കാരണം ഇപ്പോൾ ഒരു ശത്രു നമ്മളെ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ വാക്കുകൾ കൊണ്ട് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വന്നത് നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്യും. ഇത് കപാലയെ കുറിച്ചിട്ടാണ് പറയുന്നത്. വേട്ടക്കാരൻ ആണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അവനെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവനെ ക്യാച്ച് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ വഴുതി കളിക്കും വാക്കുകൾ കൊണ്ട്. വഴുതൽ. എത്രമായി? 5. പിന്നെ വരുന്നത് ഇതിൻ്റെ എന്താണ്, അതിനൊരു വാക്ക് പറയും, സ്ലിതർ എന്ന് പറയും. സ്ലിതർ എന്നാണ് പറയുക. അതായത് നമ്മളുടെ ശരീരത്തിൽ ഇഴുകിച്ചേരും എന്ന് പറയില്ലേ. ആ പാമ്പ് നമ്മളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗമായിട്ട് വേണമെങ്കിലും അതിങ്ങനെ ഇഴുകിച്ചേർന്നിരിക്കാൻ പറ്റും. മനസ്സിലായോ? അത് വേറൊരു ജീവിക്കും പറ്റില്ല. അത് ഒരു ഡോഗിന് പറ്റുമോ? പറ്റില്ല. കാരണം ഇത് ഇവിടുന്ന് ഒരു വാല് ചുറ്റി ഇങ്ങനെ വന്ന്, ഇങ്ങനെ പുറത്തുകൂടി വന്ന്, ഇങ്ങനെ അങ്ങനെ ഇഴുകിച്ചേർന്നിരിക്കാൻ പറ്റും. എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളുടെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തായിട്ട് ഇരിക്കാൻ പറ്റും എന്നാണ്. ഏറ്റവും നമ്മുടെ ശരീരത്തിന് ക്ലോസ് ആയിട്ട് വരെ കപാലക്ക് ഇരിക്കാനുള്ള കഴിവുണ്ട് വാക്കുകൾ കൊണ്ട്. പിന്നെ എന്താണ്? അടുത്തത്, ഓരോ സീസൺ ആകുമ്പോഴും ഈ സാധനം പോയിട്ട് പടം പൊഴിച്ചിട്ട് അത് പുതിയ രൂപമായിട്ട് വരും. പഴയത് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ രൂപം. എന്താ അത് ഉദ്ദേശിക്കുന്നത്? കപാലകളുടെ പ്രത്യേകതയാണ്. കുറേ നാൾ നാട്ടുകാരെ ഒരു കള്ളത്തരം പറഞ്ഞ് വിശ്വസിപ്പിക്കും. അതിൻ്റെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ പുതിയൊരു കള്ളത്തരമായിട്ട് വരും. മനസ്സിലായി? പുതിയൊരു കള്ളത്തരം. നാട്ടുകാരെ ഇങ്ങനെ എപ്പോഴും ഈ മാജിക് കള്ളത്തരം കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. സോഷ്യൽ മീഡിയയിൽ നിന്ന് ധാരാളം ആൾക്കാരുണ്ട് അങ്ങനെ കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാം. പക്ഷെ അത് കള്ളമാണെങ്കിലും നിങ്ങളെങ്ങനെ തിരിച്ചറിയും? അതറിയണ്ടേ? അതിനാണ് ഇത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചറിയണം. പുസ്തകങ്ങളിൽ പഠിച്ചതുകൊണ്ട് ഇലക്ട്രോൺ ഉണ്ടാവില്ല, പ്രോട്ടോൺ ഉണ്ടാവില്ല, ന്യൂട്രോണും ഉണ്ടാവില്ല. പുസ്തകത്തിൽ വായിച്ചതുകൊണ്ട്
പുസ്തകത്തിൽ വായിച്ചുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും ഈ വാക്കുകൾ ശരിക്കും എന്തിനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കണം. അപ്പൊ മനസ്സിലാവും. പിന്നെ ലാസ്റ്റ് വരുന്നത് 8ാമത് വരുന്ന കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കണ്ണുകളുടെ പ്രത്യേകത. സൂക്ഷ്മമായ ദൃഷ്ടിയാണ് പാമ്പുകൾക്ക് അല്ല ഈ ജീവികൾക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വേട്ടക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ മുമ്പിൽ ചെന്നാൽ നമ്മൾ പല കാര്യങ്ങളും സൃഷ്ടിയെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവർ നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടി, അവരുടെ വേട്ട ദൃഷ്ടി വളരെ ഷാർപ്പാണ്. നമ്മൾ പല കാര്യങ്ങളും പല സയൻസും ഭയങ്കര വലിയ നോളജൊക്കെ ഉള്ള ആരായിരിക്കും, ഒരു കാര്യമില്ല, അവർ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അയാളായിട്ട് സംസാരിക്കുമ്പോൾ അവളായിട്ട് സംസാരിക്കുമ്പോൾ അവൾ എന്നെ പഠിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ഓരോ ചലനങ്ങൾ എങ്ങനെയാണ്, ഓരോ വാക്കുകൾ ഉച്ചരിക്കണം എന്താണ്. അതിനുള്ള ഒരു പ്രത്യേകമായ കഴിവ് അവർക്കുണ്ട്. സൂക്ഷ്മദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇരയെ പഠിക്കാനായിട്ടുള്ള സൂക്ഷ്മദൃഷ്ടി. ഇങ്ങനെ 8ഓളം വരുന്ന കാര്യങ്ങളെ കാണിച്ചുകൊണ്ട്, പ്രധാനമായിട്ടും വനമാണ്, വിഷം. ആ വിഷത്തിലുള്ള അവരുടെ ബാക്കി വരുന്ന 7 കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് ഈ പറയുന്ന കപാല. അപ്പൊ ഈ കപാല സ്വഭാവമുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അകം ഗുണത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അകം ഗുണത്തിലുള്ള ആൾക്കാർ ഈ ഒരു ജീവിയെ എടുക്കണം. ഈ ഒരു ജീവിയെ എടുത്തിട്ട് നോക്കൂ, ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ജീവിയെ അവരുടെ പൊതുവായിട്ട് വരുന്ന സ്ഥലങ്ങൾ അവിടെയെല്ലാം ഈ ജീവിയെ അവർ പ്രതിഷ്ഠിക്കാൻ തുടങ്ങി. എന്തിനാണ്? ഒരു കുടുംബത്തിൽ തന്നെ 3 കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ കപാലയായിരിക്കാം, ചിലപ്പോൾ ഉണ്ടാവില്ല. കപാല വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ. അപ്പൊ നമ്മളുടെ ഇടയിൽ തന്നെയാണ് കപാലകൾ ജനിച്ചു വളരുന്നത്, അല്ലെ? അകം ഗുണത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ തന്നെയാണ് കപാലയും ജനിച്ചു വളരുന്നത്. പക്ഷെ അവരെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. എന്ന് പറഞ്ഞാൽ അവരെ ഇല്ലായ്മ ചെയ്യുന്നുള്ളതല്ല. വാക്കിനെ അവർ നശിപ്പിക്കുന്നത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. വാക്കാണ് അവർ നശിപ്പിക്കുക, അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ കായിക ആയുധബലം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടി പിടിച്ച് തല്ലിക്കൊന്ന് പാട്ടിലാക്കും. അതുകൊണ്ട് അവർ വാക്കാണ് എടുക്കുക. പക്ഷെ അവർക്ക് ആ വാക്കിലൂടെ ചെയ്യാനായിട്ടുള്ള ഒരു പരിധിവരെ പെർമിഷൻ ഉണ്ട്. പക്ഷെ അവർ ക്രോസ് ചെയ്യുന്നു. അതൊരു വലിയ സിസ്റ്റമായി മാറി. ഇന്ന് നമ്മൾ പറയുന്ന ഗവൺമെന്റ് ഇന്ന് അവരുടെ സിസ്റ്റമാണ്. അത്രയും വരെ എത്തി. അതാണ് നമ്മളുടെ സ്കൂൾ സിസ്റ്റം ഇത്രയും വൃത്തികേടായിട്ടിരിക്കുന്നത്. ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ സിസ്റ്റം എന്താണെന്നുള്ളത്. കപാല ഉണ്ടാക്കിയതാണ് സ്കൂള് എന്ന് പറയുന്നത്. സ്കൂൾ അത് അവരുടെ സിസ്റ്റമാണ്. കപാല സ്കൂള് കപാലയുടേതാണ് സ്കൂള്. അകം ഗുണത്തിലുള്ളത് വിദ്യാലയം, വിദ്യ, ദേവത. ദേവത അഭ്യാസമാണ് അകം ഗുണത്തിലുള്ളവർ. അപ്പൊ അവരുണ്ടാക്കിയ സിസ്റ്റം ഹൈജാക്ക് ചെയ്ത് വിദ്യാഭ്യാസത്തെ തുടച്ചു നീക്കി അവിടെ സ്കൂളിംഗ് കൊണ്ടുവന്നു. സ്കൂളിങ്ങിന്റെ അടിസ്ഥാനം എന്താ? ഒരു കുട്ടിയെ മെമ്മറൈസ് ചെയ്യിപ്പിക്കുക, പിന്നെ കണക്കൂട്ടാൻ പഠിപ്പിക്കുക. ഇത് ബേസിക് ക്വാളിറ്റിയാണ്. ഇതിൽ മാത്രം ഓറിയന്റ് ചെയ്യിപ്പിക്കുന്നതാണ് സ്കൂളിംഗ്. അത് കൊണ്ടുവന്ന കപാലയാണ്. അപ്പൊ എല്ലാ കുട്ടികളെയും അവർ കപാലകളാക്കി മാറ്റുകയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ. അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം, അല്ലെങ്കിൽ ആത്മീയ വിദ്യാഭ്യാസം. ഇങ്ങനെ ഈ 3 തരത്തിലുള്ള വിദ്യാഭ്യാസത്തിലൂടെ കപാലയാക്കി മാറ്റുകയാണ് അവര്. അപ്പൊ ഇവർക്ക് കുട്ടികൾക്ക് ഒരിക്കലും വളർന്നു വരുന്ന ഇന്ന് നിങ്ങൾ ആ കുട്ടികളായിട്ട് വന്നു വരാം. നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല എങ്ങനെയാണ് ഇവിടെ. നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്ന ഇലക്ട്രോൺ ഉണ്ടെന്നാണ്, നിങ്ങൾ ആറ്റം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് ദൈവം ഉണ്ടെന്ന് പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുന്ന അതേ ചിന്തയാണ് ഇലക്ട്രോൺ എന്നുള്ള വിശ്വാസം. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. എനിക്കിതെല്ലാം പറയാൻ പറ്റില്ല എന്തൊക്കെ ഇല്ല എന്നുള്ളത്. മനസ്സിലായോ? നിങ്ങൾ അന്വേഷിക്കണം. കാരണം ഇലക്ട്രോൺ എന്ന് പറയുന്നത് പ്രാപഞ്ചിക ശാസ്ത്ര ഭാഷയിൽ ഒരു അഡ്ജക്റ്റീവാണ്, നാമമല്ല. കാരണം അത് അഡ്ജക്റ്റീവിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ഇട്ട ആൾക്കാർക്ക് അറിയാം അതെന്താണെന്ന്. പക്ഷെ നാട്ടുകാരെ മുഴുവൻ അങ്ങനെ പഠിപ്പിക്കണം അവര്. ഇപ്പം ജനങ്ങൾ മുഴുവൻ ഇലക്ട്രോണിനെ അന്വേഷിച്ച് നടക്കുകയാണ്. പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ക്വാർക്സിനെയും പിന്നെ ക്വാണ്ടം. ഒരു വെള്ളത്തിൽ കല്ലെടുത്തിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു 4-5 പ്രതിഭാസങ്ങളുണ്ട്. അതിനെയാണ് ഈ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. മനസ്സിലായോ? കാരണം നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ ആരും ഒബ്സർവ് ചെയ്യുന്നില്ല. പകരം പുസ്തകത്തിൽ നിന്നാണ് പഠിക്കാൻ ശ്രമിക്കുന്നില്ല മണ്ടന്മാര്. അപ്പോൾ ഇതിലെ മനുഷ്യരുടെ ഇന്നത്തെ സൊസൈറ്റിയുടെ അവസ്ഥ എന്ന് പറയുന്നത് കുങ്കമാണ്. കുങ്കം എന്താണെന്നുള്ളത് ഞാൻ ആ കാണിച്ചിരിക്കുന്ന ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കപാലയായിട്ടിരിക്കുന്ന അകം പ്രിൻസിപ്പിളുള്ളവരെ, അകത്തിലിരിക്കുന്ന ആൾക്കാരെ സ്കൂളിങ്ങിലൂടെ, മത സ്കൂള്, ആത്മീയ സ്കൂൾ, അക്കാഡമിക് സ്കൂൾ, ഇതിലൂടെ കുങ്കന്മാരാക്കി മാറ്റുകയാണ്. അതായത് പകുതി ആ ജീവിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അകം സ്വഭാവവും പകുതി അകം സ്വഭാവം, അതാണ് കുങ്കം. കുങ്കന്മാരാണ് ഇന്ന് ഫുള്ളുള്ളത്. അതായത് നിങ്ങൾ
അച്ഛനും അമ്മയിലൂടെയാണ് ഗുണങ്ങൾ വരുന്നത്, അല്ലെ നിങ്ങളുടെ പാരമ്പര്യമുണ്ട്, ജനിതക പാരമ്പര്യമുണ്ട്, ജാതിയുണ്ട്, ഈ മറ്റേ ജനിതക ജാതി ഉണ്ടെന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ജനിതകത്തിലൂടെയാണ് ഗുണങ്ങളെല്ലാം വരുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടോ? DNA നിങ്ങൾക്കുള്ള സൃഷ്ടി ഗുണങ്ങൾ വരുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു ടൈപ്പ് ഓഫ് കുങ്കനാണ്, ജനിതക ബോധ ജാതി എന്ന് പറയും, അല്ലെ ജനിതക ബോധ വംശം. അതാണ് നിങ്ങൾ. ഒന്നാം കുങ്കനാണ്. രണ്ടാം കുങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കുറേ ധർമ്മബോധങ്ങൾ ഉണ്ടാക്കുക. മനസ്സിലായോ? അതായത് സാഹചര്യത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്ന കുറേ മോറൽ കോഡുകൾ ഉണ്ടാക്കിയിട്ട് അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന കൂട്ടങ്ങളായി മാറുക. ആ കൂട്ടത്തിൽ പെടുന്നതാണ് ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ബുദ്ധിസം, ഹിന്ദുയിസം, ഫെമിനിസം, LGBTQ, എത്തീസം, തേയിസം, അല്ലെങ്കിൽ പിന്നെ അഗ്നോറ്റിസം, സോഷ്യലിസം, കമ്മ്യൂണിസം. ഈ എല്ലാ ഇസങ്ങളും ഇതാണ് ധർമ്മക്കൂട്ടബോധം എന്ന് പറയും. അത് രണ്ടാം കുങ്കനാണ്. മൂന്നാം കുങ്കൻ എന്ന് പറയുന്നത് പദാർത്ഥ ബോധത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാനത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ 4 തരത്തിലുള്ള ഈ കുങ്കജാതികളെ നമുക്ക് എങ്ങനെ വിളിക്കാം? അധർമായൻ, അല്ലെങ്കിൽ ഒന്നാം ജനിതക ബോധ വംശത്തിലുള്ളവരാണെങ്കിൽ അധർമായൻ, സസ്യബോധ വംശത്തിൽ വരുന്നവൻ ധർമായൻ, പദാർത്ഥ ബോധ വംശത്തിലുള്ളവൻ മായൻ, പിന്നെ ഹുമായൻ, ഹുമബോധമുള്ളവൻ. ഈ 4 ബോധത്തിലുള്ളവരാണ് ഇന്ന് സൊസൈറ്റിയിലുള്ള എല്ലാ ആൾക്കാരും. ഇതെല്ലാം കള്ളവീക്ഷണമാണ്. പകുതി അഖവും പകുതി അകവും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരുമാരെ വൃത്തികെട്ട വീക്ഷണമാണ്. ഒന്നെങ്കിൽ മൃഗങ്ങളിൽ സ്പീഷ്യസ് ഉള്ളതുപോലെ നമ്മളുടെ ഇടയിലും വ്യത്യസ്ത സ്പീഷ്യസുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുക. അതാണ് ജനിതക മനുഷ്യബോധത്തിൻ്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ സസ്യബോധ വംശം എന്ന് പറയുന്നത് നമ്മളുടെ ഗുണങ്ങളെല്ലാം നമ്മൾ കുറേ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് കുറേ പുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കഴിവുകൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു മണ്ടന്മാർ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ധർമ്മക്കൂട്ടം, അവരുടേതായിട്ടുള്ളൊരു അകം ക്വാളിറ്റി അല്ലെങ്കിൽ അകം ധർമ്മബോധം എന്ന് പറയുന്ന അവർ ഉണ്ടാക്കിയെടുക്കുന്ന അകം ധർമ്മബോധമാണ്. എന്താണ് അവരുടെ അത് ശരിക്കും പറഞ്ഞാൽ അത് കള്ളവീക്ഷണമാണ്. ഒരേ സമയം വേദന ആർക്കും ഉണ്ടാക്കരുതെന്ന് പറയുന്ന അതേ ആൾ തന്നെ അപ്പുറത്ത് പോയിട്ട് മൃഗങ്ങളെ മുഴുവൻ വെട്ടിക്കുന്ന അതിൻ്റെ ചോരയും മാംസം കഴിക്കും. അങ്ങനെ പ്രാകൃതമായ മനോരോഗമുള്ള വംശമാണ് ഈ ധർമ്മബോധക്കൂട്ടം എന്ന് പറയുന്നത്. കള്ളധർമ്മബോധക്കൂട്ടം അത് സസ്യബോധ വംശമാണ്. അതായത് തങ്ങളെ സസ്യങ്ങളെ പോലെ കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അതായത് ഇവർ വിശ്വസിക്കുന്ന എല്ലാത്തിൻ്റെ അടിസ്ഥാനം ചെന്ന് നിൽക്കുന്നത് തങ്ങളും സസ്യങ്ങളും ഒന്നാണെന്നുള്ള ഒരു അവബോധം കിടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ്. പിന്നെ പദാർത്ഥ ബോധക്കൂട്ടം വംശം എന്ന് പറയുന്നത് അത് മറ്റു മനുഷ്യരെ മുഴുവൻ വസ്തുക്കൾ മാത്രമായിട്ട് കാണുന്നത്, കല്ല്, മണ്ണ്, ഗോൾഡ്, കോപ്പർ എന്നൊക്കെ പറഞ്ഞ പോലെ കാണുന്നത് പോലെ ഒരു വാല്യൂ ഉള്ള കമ്മോഡിറ്റി മാത്രമായിട്ട് കാണുന്നത്. അതാണ് കലിയുഗ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. കലിയുഗ. ഈ 4 തരത്തിലുള്ള വീക്ഷണങ്ങളാണ് ഈ അധർമായ വീക്ഷണം എന്ന് പറയുന്നതാണ് ത്രേത വീക്ഷണം. ധർമായം എന്ന് പറയുന്ന വീക്ഷണമാണ് ദ്വാപരം. കലിയുഗം എന്ന് പറയുന്നതാണ് മായം എന്ന് പറയുന്നത്. മായ വീക്ഷണത്തിൽ വരുമ്പോഴാണ് കലിയുഗം ഉണ്ടാകുന്നത്. മനുഷ്യരെല്ലാവരും വെറും വസ്തുക്കൾ മാത്രമായിട്ട് കാണുമ്പോൾ പ്യുവർ പ്രിഡേറ്റേഴ്സായിട്ട് മാറുകയാണ് എല്ലാവരും. 4ാമത് വരുന്ന ഹുമായം. ഹുമായം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. ഒന്നുമില്ല, എല്ലാം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ കംപ്ലീറ്റ്ലി പോയ അവസ്ഥ. അതാണ് കലിയുഗത്തിൻ്റെ ഒരവസ്ഥാന്തര യുഗമാണ് ഭ്രമയുഗം എന്ന് പറയുന്നത്. ഭ്രമം പിടിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം ഫുള്ള് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥ, ഒന്നുമില്ല. ഇതാണ് ഹുമായം. അതാണ് ഹുമായൻ. അവിടെ നിന്നാണ് ഹ്യൂമൻ എന്നുള്ള വാക്ക് വരുന്നത്. ഹ്യൂമൻ എന്ന് പറയുന്നത് നല്ല വാക്കൊന്നുമല്ല, ഭ്രാന്തനെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി അകം പ്രിൻസിപ്പിളുള്ള ആൾക്കാർ ഈ സാധനത്തെ ഉപയോഗിച്ചത്. 8 തരത്തിലുള്ള ഈ കാര്യങ്ങളാണ്. മനസ്സിലായോ? ഇപ്പം സൂക്ഷ്മദൃഷ്ടി, അതായത് വിഷം, കവേർട്ട്നെസ്, ഡബിൾ ടങ്ഡ്, കൺഫ്യൂഷൻ, പിന്നെ എന്താ പറയുക, ഈ വഴുതിപ്പോകുന്ന, അതിനെന്താ പറയുക, വഴുതിപ്പോകാനുള്ള സ്വഭാവം, പിന്നെ സ്ലിതറി എന്ന് പറഞ്ഞാൽ നമ്മളോട് ഇഴുകിച്ചേരാനുള്ള സ്വഭാവം, പിന്നെ പടം പൊഴിച്ച് പുതിയ നുണയമായിട്ട് വരും, പിന്നെ അതിൻ്റെ സൂക്ഷ്മദൃഷ്ടി. ഇങ്ങനെ പോകുന്ന 8ഓളം കാര്യങ്ങൾ
ഒരു പ്രിഡേറ്ററിൽ കാണാൻ പറ്റുമ്പോൾ അതിനെ റിസംബിൾ ചെയ്യാനായിട്ട് ഈ ജീവിയേ ഉള്ളൂ ഈ ലോകത്ത്. ഒരു സിംഹത്തിന് എടുക്കാൻ പറ്റില്ല. സിംഹം പ്രിഡേറ്ററാണോ? എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാ ആരാധനാലയങ്ങളിലും പണ്ടുള്ള ഇതിലെടുത്തും എല്ലാ സ്ഥലങ്ങളിലും ഈ സാധനം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അന്ന് അകം പ്രിൻസിപ്പിളുള്ള ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും നമ്മൾക്ക് ചുറ്റും എന്തുണ്ടാവും? അക്കം പ്രിൻസിപ്പിളുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ സിമ്പിൾ വെച്ചത്. അവന്മാരെന്ത് ചെയ്തു? അവന്മാരെ സിസ്റ്റം മുഴുവൻ കൈയടക്കിയിട്ട് എല്ലാ ശാസ്ത്ര പ്രിൻസിപ്പിളുകളെയും അവന്മാര് കുളവാക്കി. ഇന്നും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇവരുടെ എല്ലാവരുടെയും ആരാധന പൂർത്തിയാക്കി മാറ്റി. ഏതിനെ? ഈ ജീവിനെ. എന്നിട്ട് ഈ ജീവിക്ക് എന്താ പ്രത്യേകത? ഈ ജീവിക്ക് എന്താ പ്രത്യേകത? ഈ ജീവിക്ക് ഒരു പ്രത്യേകത ഇല്ല. വിഷമുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അതിനെ ആൾക്കാർ പേടിക്കുന്നത്, അല്ലേ? കാരണം നമുക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ചലനം നമുക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പേടിക്കുന്നത്. നമുക്ക് എന്താ അതേ പേടി നമുക്ക് ചിലപ്പോൾ വേറൊരു ചെന്നായ മുമ്പിൽ ഉണ്ടാകുന്നുണ്ടാവും. പക്ഷെ സർപ്പമാണ് പറഞ്ഞെങ്കിൽ നമ്മളൊന്നും പേടിക്കുന്നത് വെച്ചാൽ അതിന്റെ ചലനവും അതിന്റെ ദിശയും ഒക്കെ അൺപ്രഡിക്റ്റബിൾ ആണ്. അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട് അതിന്. അതും വേണമെങ്കിൽ കൂട്ടാം. അൺപ്രഡിക്റ്റബിൾ മൂവ്മെന്റ് എന്ന് പറയുന്നതും കപാല ആ കപാലികമായ മെത്തേഡ് ഉണ്ട്. അപ്പൊ ഇത് അൺപ്രഡിക്റ്റബിൾ മൂവ്മെന്റ് ചെയ്യുന്ന ആൾ കപാലയാണെന്നല്ല. ഈ കപാല എന്ന് പറയുമ്പോൾ ഇവരെ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അതാണ് ഇപ്പൊ 8, 9 ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ ആദ്യം വിഷമാണ്. ഈ വിഷമുള്ളവര് അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് ഈ 8ഓളം കാര്യങ്ങൾ വരുന്നത്. അങ്ങനെയാണ് ഈ സിമ്പല് എല്ലാ സ്ഥലങ്ങളിലും വന്നത്. ഇവന്മാർ എന്ത് ചെയ്തു? ഇവന്മാര് സർപ്പക്കാവ് ഉണ്ടാക്കിപ്പിച്ചു, സർപ്പങ്ങളെ ആരാധിപ്പിക്കാൻ തുടങ്ങി. എന്താണ് ഈ സർപ്പം? വൈബ്രേഷൻ, പിച്ച്. ഇത് നിങ്ങൾ എത്ര മണ്ടന്മാരാ! ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം അപ്പം മണ്ടന്മാരല്ലേ? ഇന്ത്യൻ ജനത തന്നെ ഫുള്ള് മണ്ടന്മാരല്ലേ? ഈ പിച്ചിനെ വിളിച്ച പേരിനെ ആരെങ്കിലും ഈ ജീവിയെ പോയി ആരാധിക്കുവോ? നിങ്ങൾ ആലോചിച്ചു, ആരാധിക്കുവോ? ഇവിടുത്തെ കാര്യം. ക്രിസ്ത്യാനിറ്റിയിലുള്ള മണ്ടത്തരങ്ങൾ വേറെ, ഇസ്ലാമിനുള്ളത് വേറെ. ഇതെല്ലാം കപാല സൃഷ്ടിച്ചതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. മതമല്ല, ആത്മീയത. നിങ്ങൾ ആത്മം എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചു വെച്ചിരുന്നത്? മാ എഴുതി ഇപ്പുറത്തിട്ട് എന്തായി? മതം. ആത്മം. ആ മാ എഴുതി ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടാൽ മതം. മതം തന്നെയാണ് ആത്മ. പ്രാപഞ്ചിക ശാസ്ത്ര ഭാഷ. മനസ്സിലായോ? അല്ലാതെ ആത്മീയത എന്ന് പറഞ്ഞ വേറൊന്നൊരു കാര്യമാണ്. അത് അവിടെ ദൈവങ്ങളൊന്നുമില്ല. അങ്ങനെയല്ല. നിങ്ങൾ ലോകത്തെ അറിയേണ്ട രീതി ഇങ്ങനല്ല. ഏത് മതം എടുത്താലും, ഏത് ആത്മീയത എടുത്താലും, ഏത് സംഭവം എടുത്താലും, എന്ത് കാര്യം എടുത്തോ, നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെടുന്നതിൽ ജീവിക്കുന്നവൻ, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവൻ, ഈ 2 കൂട്ടരേ ഉള്ളൂ ഈ ലോകത്ത്. മനസ്സിലായോ? അതിലെ അധികാരവും ഭൂരിപക്ഷവും പറയുന്നത് കൊണ്ട് ഞാനത് നേരിട്ട് അനുഭവിച്ചു എന്നുള്ള ഒരു കള്ളബോധ്യത്തില് അതുണ്ടെന്ന് കരുതി ജീവിക്കുന്നവനെയാണ് മതവിശ്വാസി എന്ന് പറയുന്നത്. ആ മതവിശ്വാസി തന്നെയാണ് ഇന്നത്തെ സയന്റിസ്റ്റ്, ഇന്നത്തെ സയൻസിൽ വിശ്വസിക്കുന്നവര്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇലക്ട്രോണിനെ? ഇല്ല, ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ശാസ്ത്രവും നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ ഉണ്ടെന്ന് പറയപ്പെടുന്ന വസ്തുക്കൾ. പിന്നെ ഗോൾഡ് കണ്ടോളൂ, നിങ്ങൾ ഗോൾഡ് കാണാം. അത് ശാസ്ത്രമല്ലല്ലോ, അല്ല മീൻസ് അത് സയൻസിലുള്ള കാര്യമല്ലല്ലോ ഗോൾഡിനെ കണ്ടോന്ന് ചോദിക്കുന്നത്. നിങ്ങളും മതവിശ്വാസിയാണ്. നേരിട്ട്, അതായത് ഭൂരിപക്ഷവും അധികാരവും പറയുന്നത് കൊണ്ട് അത് ഉണ്ട് എന്ന് കരുതി ജീവിക്കുന്നവനാണ് ഈ മതവിശ്വാസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് ആരാധനാ ബിംബമുള്ളതും ആരാധനാ ബിംബം ഇല്ലാത്തതുമുണ്ട്. ആരാധനാ ബിംബം ഉള്ള മതങ്ങളാണ് നമ്മൾ പറയുന്ന സാധാരണ സെമിറ്റിക് മതവും ഹിന്ദുയിസവും മറ്റിതെല്ലാം വരുന്നത്. ആരാധനാ ബിംബം ഇല്ലാത്തതാണ് ഇന്നത്തെ സയന്റിസം. സയന്റിസം എന്നല്ല, ഇന്നത്തെ സയൻസ് എന്ന് തന്നെ പറയുന്നതിൽ തെറ്റില്ല. എത്തിയിസം, മറ്റേ അഗ്നോസ്റ്റിസിസം, ഇത് ഇങ്ങനെ പോകുന്നതെല്ലാം, സോഷ്യലിസം, കമ്മ്യൂണിസം, ഇതെല്ലാം എന്താണ്? അതിൻ്റെ അടിസ്ഥാന തത്വത്തിൽ എന്താണ്? അതാണ് ചിന്തിക്കേണ്ടത്. അടിസ്ഥാനത്തിൽ ഇത് എവിടുന്ന രൂപപ്പെടുന്നത്? മറ്റുള്ളവർ പറയുന്ന കാര്യം കേട്ടിട്ട് അത് അങ്ങനെയാണെന്ന് പറഞ്ഞ് ജീവിക്കുക, അത്രേ ഉള്ളൂ അതിന്റെ പ്രിൻസിപ്പിൾ. അല്ലാതെ വേറൊന്നുമില്ല. മനസ്സിലായി? അപ്പോൾ അതുപോലെ കള്ളധർമ്മബോധം, അതായത് ഫേക്ക് ആയിട്ടുള്ള മൊറാലിറ്റി എന്ന് പറയും. ഫേക്ക് മൊറാലിറ്റി എന്താണ്? ഫേക്ക് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മൊറാലിറ്റി എന്ന് വിളിക്കുമ്പോൾ 3 മൊറാലിറ്റി ഉണ്ട്.
അഹം മൊറാലിറ്റി ഉണ്ട്, അകം മൊറാലിറ്റി ഉണ്ട്, അഖം മൊറാലിറ്റി ഉണ്ട്. മനസ്സിലായോ? നമ്മൾ ഇന്ന് സംസാരിക്കുന്ന മനുഷ്യന്റെ ഗുണങ്ങൾ എന്ന് പറയുന്ന എല്ലാ കാര്യവും അകം മൊറാലിറ്റിക്ക് അടിസ്ഥാനമാണ്. അകം മൊറാലിറ്റി എന്താണ്? വാല്യൂ ഓഫ് പെയിൻ ആണ്. വാല്യൂ ഓഫ് പെയിൻ്റെ അടിസ്ഥാനത്തിലാണോ എത്തിയിസ്റ്റും മതവിശ്വാസിയും ആത്മവിശ്വാസിയും ജീവിക്കുന്നത്? അല്ല. അകം പ്രിൻസിപ്പിളിന് വാല്യൂ ഓഫ് പെയിൻ്റെ അടിസ്ഥാനത്തിലാണ് മൃഗങ്ങളെ കൊന്ന് തിന്നാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അതേതാണ്? അത് പ്രിഡേറ്റർഷിപ്പാണ്. അത് പ്രിഡേറ്റർ മൊറാലിറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതിൻ്റെ അകത്ത് റേപ്പ് ചെയ്യാം, കൊല്ലാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷെ നിങ്ങൾ പറയും അത് പാടില്ല. അതെന്തുകൊണ്ടാണ് പാടില്ല എന്ന് പറയണം? അപ്പൊ അതെന്താണ്? സാഹചര്യത്തിനനുസരിച്ച് മാറ്റിക്കളിക്കുന്നതാണ് ഈ പറയുന്ന ഈ ധർമ്മബോധ കൂട്ടങ്ങളിൽ പറയുന്ന ആൾക്കാർ പറയുന്ന മൊറാലിറ്റി. മനസ്സിലായോ? അതായത് തങ്ങൾക്ക് തോന്നുന്നതൊക്കെ മൊറാലിറ്റിയാക്കി മാറ്റുക, ജനങ്ങളെ പീഡിപ്പിക്കാൻ, ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. മനസ്സിലായോ? അല്ല, നിങ്ങൾ സംസാരിക്കുന്ന മൊറാലിറ്റി ഒന്നല്ല, 3 ഉണ്ട്. അതുകൊണ്ട് മൊറാലിറ്റി ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വരുന്നവന്മാരെല്ലാം കപാല ഇൻഫെക്റ്റഡ് ആണ്, അല്ലെങ്കിൽ കപാലയാണ്. കപാല ഇൻഫെക്റ്റഡ് എന്ന് വെച്ചാൽ കപാല എന്ന് പറഞ്ഞ ഒരു വേട്ട സ്വഭാവം, ഒരു ക്യാൻസർ ബാധിക്കപ്പെട്ടവരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന റിലീജിയൻ സംസാരിക്കുന്നവരും എത്തിയിസ്റ്റുകൾ. ഇതെല്ലാം കപാല ഇൻഫെക്റ്റഡ് ആണ്. കാരണം അവർക്ക് അറിയുന്നില്ല അവർ മണ്ടത്തരമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ളത്. അവർക്ക് അറിയുന്നില്ല. മനസ്സിലായി? ഒരേ സമയം വാല്യൂ ഓഫ് പെയിൻ മുമ്പിൽ മനുഷ്യരുടെ ഈക്വാലിറ്റിയാണ് പ്രധാനമെന്ന് പറയാം, അല്ലെങ്കിൽ ഈക്വാലിറ്റി ജനറൽ ടേമാണ്. വാല്യൂ ഓഫ് പെയിൻ ഉള്ളിടത്ത് മാത്രമേ ഈക്വാലിറ്റിക്ക് അർത്ഥമുള്ളൂ, ഫ്രീ വില്ലിന് അർത്ഥമുള്ളൂ, ജസ്റ്റിസിന് അർത്ഥമുള്ളൂ, കെയറിന് അർത്ഥമുള്ളൂ, സ്നേഹം, കരുണ, അനുകമ്പ ഇതിനർത്ഥമുള്ളൂ, പ്രൊട്ടക്ഷന് അർത്ഥമുള്ളൂ, പ്രതിരോധത്തിന് അർത്ഥമുള്ളൂ, സുരക്ഷിതത്വത്തിന് അർത്ഥമുള്ളൂ. വാല്യൂ ഓഫ് പെയിൻ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ വാല്യൂ ഓഫ് പെയിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാക്കുകളെല്ലാം വന്നിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇതിന് വിരുദ്ധമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നിങ്ങൾ ഏത് മൊറാലിറ്റി ആണെന്ന് നിങ്ങൾ തന്നെ ആദ്യം ഒരു തീർച്ചയിലെത്തണം. നിങ്ങൾ അഖം മൊറാലിറ്റി എടുത്തിട്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അകമാണെന്ന് കാണിച്ചുകൊണ്ടിട്ടുള്ള മൊറാലിറ്റിയാണ് എല്ലാ മതത്തിൻ്റെയും ആത്മീയതയുടെയും, ഈവൻ അക്കാഡമിക് സ്കൂൾ തലമാണെങ്കിലും ഇന്നത്തെ ഗവൺമെന്റും എല്ലാം കുങ്ക മൊറാലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഫേക്ക് മൊറാലിറ്റിയാണ്, നുണയാണ്. അപ്പൊ അത് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കരുത് ആ നുണ മൊറാലിറ്റി. നിങ്ങളുടെ കുട്ടികൾ നാളെ കൺഫ്യൂസ്ഡ് ആവും. അതാണ് ഭ്രമയുഗത്തിലോട്ട് എൻട്രി ചെയ്യണം. താമസിയാതെ തന്നെ എല്ലാ വീക്ഷണങ്ങളും ഹ്യൂമബോധത്തിലോട്ട് എൻട്രി ചെയ്യാൻ പോവാണ്. അവിടെ എല്ലാം കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോഴും നിങ്ങളുടെ കുട്ടികൾക്ക് ജീവിക്കണമെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ സൊസൈറ്റിയുമായി ബന്ധിപ്പിക്കാതെ നിങ്ങളുടെ കുട്ടികളെ ജീവിക്കാൻ പഠിപ്പിക്കണം. ബന്ധിപ്പിക്കരുത് ഒരു കാരണവശാലും. ബന്ധിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ? സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ ആണെന്നും അങ്ങനെ ഒരു സാധനം ഇല്ല എന്നും നമുക്ക് ചുറ്റും കപാലകളുണ്ടെന്നും, അല്ലെങ്കിൽ എല്ലാവരും കപാലകളായിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവരെ ദ്രോഹിക്കണമെന്നല്ല, അത്രയും കെയർഫുൾ ആയിരിക്കണം. ഇതാണ് അതിൻ്റെ അകത്തുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ സൊസൈറ്റിനെ ഒരു 2ാം തരത്തിൽ മാറി നിന്ന് വീക്ഷിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യണമെന്ന്. അതാണ് നെക്സ്റ്റ് കാലഘട്ടം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള തട്ടിപ്പ് പരിപാടികൾ, അതിൻ്റെ പിന്നിലൊരു സത്യം കിടക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ വീണ്ടും അതിലോട്ട് അട്രാക്റ്റഡ് ആവുന്നത്. പക്ഷേ ആ എന്തുകൊണ്ടാണ് അട്രാക്റ്റഡ് ആവുന്നതെന്നുള്ളതാണ് ഞാനീ പറഞ്ഞത്. കാരണം സർപ്പത്തെ, അല്ലെങ്കിൽ ഈ സൂര്യ സർപ്പത്തെയും ചന്ദ്രസർപ്പത്തെയും ഭൂമി സർപ്പത്തെയും, ഭൂമിയിലെ സർപ്പങ്ങളെ കൊല്ലരുത് എന്നൊക്കെ പറയുന്നത്, ഭൂമി സർപ്പങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഭൂമിയിൽ ട്രാൻസ്ഫറൻസ് നടക്കുന്നത്, നമ്മൾ അതുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കണം, നശിപ്പിക്കരുതെന്നുള്ള, നമ്മൾ അതിൽ നിന്ന് വേർപെട്ട് മാറരുതെന്നാണ്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കപാല ഉണ്ടാക്കിയ ഈ പരിപാടികൾ എന്താണെന്ന് മനസ്സിലാവും. മൊത്തം സ്പിരിച്വാലിറ്റി, ലോകത്തുള്ള എല്ലാ സ്പിരിച്വാലിറ്റിയും കപാല ഉണ്ടാക്കിയതാണ്. ലോകത്തുള്ള എല്ലാ മതങ്ങളും കപാല ഉണ്ടാക്കിയതാണ്. ഇന്നത്തെ അക്കാഡമിക് സ്കൂളും ഇന്നത്തെ സയൻസും കപാല പറയുന്നതാണ്. ഇപ്പോൾ സയൻസ് അത്രയും ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അത് ഇനി ഒരു തിരിച്ചു വരവില്ല, ഡിസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ. അതാണ് അറിയേണ്ടത്, ഡിസ്ട്രക്ഷനേ ഉള്ളൂ. അപ്പം അങ്ങനൊരു കാലഘട്ടത്തിലോട്ട് നമ്മൾ എങ്ങനെയാണ് പാരന്റിങ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അല്ലാതെ
ഇത് ഇനി മനുഷ്യരുടെ മനസ്സിന് എടുത്തു മാറ്റാൻ പറ്റില്ല. ഇതിപ്പോൾ ഇത് കേൾക്കുന്ന ആളാണെങ്കിൽ നാളെ പോയി സർപ്പത്തെ ആരാധിക്കും, അല്ലെങ്കിൽ സർപ്പം പിശാചാണെന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. എന്നാലും ബൈബിളിൽ പറയുന്ന ഗാർഡൻ, ഈദൻ, ആദം, ഈവ്, പിന്നെ ഈ പറയുന്ന സ്നേക്ക്, ഈ സ്നേക്കാണ് ഈവിനെ പൊളിയൂട്ട് ചെയ്തത് അല്ലേ? ഈവ് ആദത്തെ പൊളിയൂട്ട് ചെയ്തു. അവസാനം ഈദനിൽ നിന്ന് അവർ പുറത്തായി. വല്ലതും മനസ്സിലായി എന്താണെന്ന്? അദ്ദേഹം മറ്റൊരു വീഡിയോ ഇടുന്നുണ്ട്. എന്തായാലും സിമ്പിളായിട്ട് പറയാം. ഗാർഡൻ എന്ന് പറയുന്നത് ഗോഡ് പ്രിൻസിപ്പിളാണ്, അകം പ്രിൻസിപ്പിൾ. ഈദൻ എന്ന് പറയുന്നത് ഈദൻ, ആദം, ഈവ് എന്ന് പറയുന്നില്ലേ, ദേവത. ഈ ദേവത എങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ ബൈബിളിൽ പറയുന്നത്. അതാരാ നശിപ്പിച്ചത്? കപാല. അതാണ് ഈ പറയുന്ന ജീവിയുടെ സിമ്പൽ കൊടുത്തിരിക്കുന്നത്, സ്നേഹിക്കിൻ്റെ. ആദ്യം പൊളിവിട്ടത് എന്താണ്? ഈവ്. ഈവ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വാക്ക്. ഈവിനെ പൊളിയൂട്ട് ചെയ്തു. ഈവ് എന്തിനെ പൊളിയൂട്ട് ചെയ്തു? നമ്മുടെ സൃഷ്ടി ഗുണങ്ങളെ നശിപ്പിച്ചു. സൃഷ്ടി ഗുണങ്ങൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ജിജ്ഞാന, അജിജ്ഞാന, അസ്തിത്വ, രസബോധം എന്ന് പറയുന്ന ആദ്യത്തേത്, അതും നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ എങ്ങനെയാണ് അകം ഗുണത്തിലുള്ള മനുഷ്യരുടെ ദേവതാ ഗുണങ്ങൾ കപാല നശിപ്പിച്ചത് എന്നുള്ളതാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് സത്യം. നമുക്ക് ചുറ്റുമാണ് കപാലയുള്ളത്, നമുക്ക് ചുറ്റും. ആരാണത്? കപാല എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട ആൾക്കാരല്ല, അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അല്ലാതെ അവർ പ്രത്യേക ശക്തിയൊന്നുമല്ല. ഇങ്ങനെ എന്താ പറയുക, അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളെ മറ്റേ ചെകുത്താൻ, സ്പിരിറ്റ്, ഇതൊന്നുമില്ല. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട് പ്രാപഞ്ചിക ശാസ്ത്ര ഭാഷയിൽ. ഈ വാക്കൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒറിജിനൽ അർത്ഥം അറിയണ്ടേ അതെന്താണെന്ന്. ഈ സാത്താൻ എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സാത്താൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് സാത്താൻ. സത്തിൽ ലയിച്ചവൻ. സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്ത്. നമ്മൾ സത്യം എന്ന് പറയില്ലേ, സത്യത്തിൽ ലയിച്ചവൻ, അതാണ് സാത്താൻ. അയാൾ എങ്ങനെ മോശക്കാരനാവണം? ആരാണ് അപ്പം ആ വാക്ക് മോശമാക്കിയത്? കപാല. കപാല നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് സത്ത് മോശമാണെന്ന് പറയാൻ പറ്റില്ല. സത്തുണ്ട്, പക്ഷെ സാത്താനാവരുത്, സത്തിൽ ലയിക്കരുത്. പിന്നെ എന്തിനാ സത്യം അന്വേഷിക്കുന്നത്? മനസ്സിലായോ? വളരെ മൈന്യൂട്ടായിട്ട് ആ പ്രാപഞ്ചിക ശാസ്ത്ര ഭാഷ അതിൻ്റെ അകത്ത് നിൽക്കുകയും എന്നിട്ട് അതിനെ തന്നെ വിരോധത്തോടെ കാണുകയും ചെയ്യുന്ന മണ്ടന്മാരാക്കി മാറ്റിയത് കപാലയാണ്. ഇനി അവരെ എക്സ്പോസ് ചെയ്യാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതാണ് കാലഘട്ടം. ഇനി അവരെ തിരിച്ചറിയാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ പ്രശ്നമാണ് കുങ്കന്മാർ. കുങ്കന്മാരെ കൊണ്ട് നിറഞ്ഞു. അപ്പം ഇനി വരുന്ന കുഞ്ഞുങ്ങളെ ഈ കുംഭഗണത്തിൽ പെടാതെ വളരാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ്. അപ്പം എനിവേ, ഇതാണ് സർപ്പൻ്റ് തിയറി. മനസ്സിലായല്ലോ? നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന കഴിഞ്ഞ സിവിലൈസേഷനിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും പ്രാപഞ്ചികമായ ശാസ്ത്ര ഭാഷയിൽ ആയിരുന്നു അവർ ചെയ്തിട്ടുള്ളത്. അതൊരു കാലഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ സൈക്കിള് മാറി, അത് കപാലകൾക്ക് വേണ്ടിയിട്ടുള്ളതായി മാറി. അത് സംഭവിക്കുന്നതാണ്. പക്ഷെ ഇതിൻ്റെ എല്ലാം സീക്രട്ട് കിടക്കുന്നത് പ്രപഞ്ച ശാസ്ത്ര ഭാഷയിലാണ്. അതിലോട്ട് തിരിച്ചു വരണം, അത്രേ ഉള്ളൂ. വേറെ ഒരു കാര്യം ഇവിടെ ഇല്ല. അതിലോട്ട് എല്ലാവരും തിരിച്ചു വന്നാൽ എല്ലാ പ്രോബ്ലവും സോൾവ് ആവും. കാരണം എല്ലാ പ്രോബ്ലങ്ങളുടെയും അടിസ്ഥാനം വാക്കാണ്. അത് മലയാള വാക്കല്ല. അതുകൊണ്ടാണ് ബൈബിളിൽ ദ ബുക്ക് ഓഫ് ജോൺ, യോഹന്നാൻ്റെ സുവിശേഷം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കേട്ടോളൂ. ഇൻ ദ ബിഗിനിങ് ദർ വാസ് ദി വേർഡ്. വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷേപ്പ് ഓഫ് സൗണ്ട്. ഇൻ ദ ബിഗിനിങ് ദർ വാസ് ദ ഷേപ്പ് ഓഫ് സൗണ്ട് ആൻഡ് ദ ഷേപ്പ് ഓഫ് സൗണ്ട് വാസ് വിത്ത് ഗോഡ്. അകം പ്രിൻസിപ്പിൾ. ഈ ഗോഡ് എന്ന് പറയുന്ന അകം പ്രിൻസിപ്പിളാണ്. ഒരേ സമയം അത് മാഗ്നറ്റിസത്തെ കാണിക്കുന്ന വാക്കാണ്. മാഗ്നറ്റിസമാണ് പലതരത്തിലുള്ള ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതിനെപ്പറ്റി പഠിക്കുന്ന ആൾക്കാർക്കറിയാം. അപ്പോൾ ഇത് വാസ് വിത്ത് ഗോഡ് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് അകം പ്രിൻസിപ്പിളും മാഗ്നറ്റിസം പ്രിൻസിപ്പിളും. അതാണ്. ആൻഡ് തേർഡ് സെൻറ്റൻസ് ആണ്, ആൻഡ് ദ ഷേപ്പ് ഓഫ് സൗണ്ട് ബിക്കെയിം ദ ബോഡി, ദ ഫ്ലഷ്. നമ്മളെല്ലാവരും ഈ
അടിസ്ഥാന 40 ശബ്ദരൂപങ്ങൾ ഉപയോഗിക്കാനും അത് പ്രയോഗിച്ച് അതിലൂടെ കണക്റ്റഡ് ആവാനും വേണ്ടി പറ്റുന്ന തരത്തിലുള്ള രൂപങ്ങളായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അതാണ് ദ ഷേപ്പ് ഓഫ് സൗണ്ട് ബിക്കെയിം ദ ബോഡി എന്ന് പറയുന്നത്. ഈ 40 ശബ്ദരൂപങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ശരീരമാണ് നമുക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. അതിനനുസരിച്ച് ജീവിക്കണം. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ന്യൂറോ സിസ്റ്റവും മറ്റേത് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഈ 40 ശബ്ദരൂപത്തിന് അപ്പുറത്തോട്ട് വേറെ ഒരുത്തിനും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ. ചൈനക്കാരന് ഒരു ഹൃദയമുള്ളത് പോലെ തന്നെയാണ് എനിക്ക് ഹൃദയമുള്ളതെങ്കിൽ ചൈനക്കാരന് ഈ 40 ശബ്ദരൂപം പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ, എനിക്കും അതേ പറ്റുള്ളൂ. ആ കോമണാലിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തൊണ്ടയും അതിനനുസരിച്ചിട്ടുള്ള ന്യൂറോ സിസ്റ്റവും അതിനനുസരിച്ച് ശബ്ദം പുറപ്പെടുവിക്കാനായിട്ടുള്ള ഒരു ശരീരവും ഇതെല്ലാം കൃത്യമായിട്ട് എല്ലാവർക്കും ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഈ 40 ശബ്ദരൂപങ്ങളാണ് അടിസ്ഥാനം. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അതുകൊണ്ടാണ് ഒറിജിനൽ ഭാഷ, എൻ്റെയും നിങ്ങളുടെയും ഒറിജിനൽ ഭാഷ ഈ പ്രാപഞ്ചിക ശാസ്ത്ര ഭാഷയാണ്. അതിലോട്ട് തിരിച്ചു വരണം. അത് യൂറോപ്യൻ്റെ ആയാലും റഷ്യക്കാരൻ്റെ ആയാലും അത് വരുവത്. കാരണം ഇതൊരു ബിഗിനിങ് ആണ്. അത് ഓരോ സൈക്കിൾ കഴിയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ വിത്ത് വീണ്ടും മുളക്കും. അതാണ് അതിൻ്റെ. നമ്മളെല്ലാവരും വാക്കിന് വ്യവസ്ഥ വേണം, വാക്ക് പാലിക്കണം, വാക്കാണ് എല്ലാം എന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ പിന്നിലുള്ള കാര്യം പറഞ്ഞു മുമ്പ് എല്ലാവരും ഓടിക്കളയും. അത് അങ്ങനെ നോക്കിയിട്ടല്ലോ. വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. ആര് പറഞ്ഞു? വാക്ക് എന്ന് പറയുന്നത് ഒരു ഷേപ്പാണ്. അത് ശബ്ദത്തിലൂടെ ആ ഷേപ്പ് വരുമ്പോഴാണ് നമ്മൾ വാക്കെന്ന് വിളിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ആ ഷേപ്പ് ഉണ്ട് അവിടെ. ആ ഷേപ്പിലാണ് കാര്യം. ബിക്കോസ് എവറിത്തിങ് ഈസ് മം.